ഹോമിയോ വൈദ്യശാസ്ത്രത്തിന്റെ മഹിമകൾ പ്രചരിപ്പിച്ചുകൊണ്ടും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഹോമിയോപ്പതിയുടെ പ്രതിവിധികൾ നിർദ്ദേശിച്ചുകൊണ്ടും IFPHന്റെ ഇടവേളകളില്ലാതെ എല്ലാ ദിവസവും നടന്നു വരുന്ന മലയാളം സെക്ഷൻ വെബിനാറിന്റെ 2002 ദിവസമാണിന്ന്. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് നൽകിയതിനെ കുറിച്ചോർത്ത് സർവേശ്വരനെ ഒരു നിമിഷം നമുക്ക് സ്മരിക്കാം. ആദ്യമായി ഇന്നത്തെ ഈ സെക്ഷനിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ ഡോക്ടേഴ്സിനും എല്ലാ ഹോമിയോപ്പതി സ്നേഹികൾക്കും എൻ്റെ നമസ്കാരം. അതുപോലെ തന്നെ എല്ലാവരും ഞാൻ ഈ സെക്ഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ അതിഥി എന്ന് പറഞ്ഞിട്ടുള്ളത് റിട്ടയർഡ് പ്രൊഫസർ ഡോക്ടർ പട്ടാഭി സീതാരാമനാണ്. അദ്ദേഹത്തിന് ഒരു 30 വർഷത്തിലധികമായിട്ടുള്ള അധ്യാപന പരിചയവും ചങ്ങനാശ്ശേരി ക്ലാസിക്കൽ ഹോമിയോ ക്ലിനിക്കിലെ ചീഫ് ഫിസിഷ്യനുമാണ്. 50 വർഷത്തെ ചികിത്സാ പരിചയം അദ്ദേഹത്തിനുണ്ട്. ഇന്ന് അദ്ദേഹം വന്ധ്യത സ്ത്രീകളിൽ ഹോമിയോപ്പതിയിലൂടെ പരിഹാരം എന്ന വിഷയത്തിലാണ് നമുക്ക് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ പട്ടാഭി സാറിനെ ഞാൻ ഈ സെക്ഷൻ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് ക്ഷണിക്കുന്നു. സാർ. സാർ അൺമ്യൂട്ട് ചെയ്തോളൂ. ഹലോ, കേൾക്കാമോ? കേൾക്കാം സാർ, കേൾക്കാം. ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. മോർണിംഗ് സാർ. കഴിഞ്ഞ മലയാളം ക്ലാസ്സിൽ ഞാൻ പുരുഷ വന്ധ്യതയെക്കുറിച്ചാണ് കുറെ ഡിസ്കഷൻ നടത്തിയത്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മുടെ മോഡറേറ്ററൊക്കെ സ്ത്രീ വന്ധ്യതയെക്കുറിച്ച് ഒരു ഡിസ്കഷൻ വേണമെന്ന് ആവശ്യപ്പെട്ടു. അത് ഇന്നലെയാണ് ആവശ്യപ്പെട്ടത്. അപ്പം നമുക്ക് മുടക്കാൻ സാറിൻ്റെ കേൾക്കണമെന്ന് പറഞ്ഞ കാരണം ഞാനെന്നാൽ ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഞാൻ 2 കേസുകളും ധാരാളം നോക്കിയിട്ടുള്ളതാണ്. എങ്കിലും ബേസിക്കലായി സ്ത്രീ വന്ധ്യതയും പുരുഷ വന്ധ്യതയും കൈകാര്യം ചെയ്യുന്നതിൽ ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. ഇപ്പം നമുക്ക് നേരെ കാര്യത്തിലൂടെ തന്നെ കടക്കാം. ഈ വന്ധ്യത എന്ന കേസ് എന്ന വാക്ക് മലയാളത്തിൽ ജനറലായി ഉപയോഗിക്കുന്നത്. ഒരു ഡോക്ടറെ സംബന്ധിച്ച് സ്ത്രീ വന്ധ്യത എന്ന് പറഞ്ഞാൽ നിശ്ചയമായും അത് 2 രീതിയിൽ അനലൈസ് ചെയ്യണം. അതിനോട് മലയാളം വാക്ക് പറയാൻ പറ്റത്തില്ല. ഇൻഫെർട്ടിലിറ്റി ആൻഡ് സ്റ്റെറിലിറ്റി. ഒരുപക്ഷെ രണ്ടും ഒരു നാണയത്തിന് 2 വശങ്ങളാകാം. എങ്കിലും ഒരു ഡോക്ടറെ സംബന്ധിച്ച് രണ്ടിനും വ്യത്യാസങ്ങളുണ്ട്. ഇൻഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ അടുത്ത തലമുറയെ ജനിപ്പിക്കാനുള്ള കഴിവ് കുറവ് എന്നാ പറയുന്നത്. വളരെ ചുരുങ്ങിയ വാക്കി പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ കഴിവ് കുറവെന്ന് പറഞ്ഞാൽ കഴിവ് കൂട്ടാം എന്നൊരു ധ്വനി അതിനകത്തുണ്ട്. അതേസമയം സ്റ്റെറിലിറ്റി എന്ന് പറഞ്ഞാൽ അടുത്ത തലമുറയെ ജനിപ്പിക്കാനുള്ള പൊതുവെയുള്ള കഴിവ് കുറവ്. ചികിത്സകൾ കൊണ്ട് അതിന് പരിഹാരം കണ്ടെത്താമെന്ന് ചോദിച്ചാൽ എളുപ്പമെന്ന് പറയാൻ പറ്റത്തില്ല. ഒരു കൊച്ചു ഉദാഹരണത്തിൽ പറഞ്ഞാൽ, ഒരു ലേഡി ഹാവിങ് നോ യൂട്രസ് ഓർ അട്രോഫി ഓഫ് യൂട്രസ്, ഇടയ്ക്ക് ഇംഗ്ലീഷ് പദം പറയേണ്ടി വരും. എങ്ങനെ ആ ലേഡിക്ക് സാധാരണഗതിയിൽ ഗർഭധാരണം നടത്താൻ കഴിയും? ഒന്ന്. അതേസമയം വേറെ ലേഡിക്ക് യൂട്രസിന് ചെറിയ ചില ഡിഫക്റ്റുകൾ, ഗർഭധാരണത്തെ സഹായിക്കാനാകാത്ത, അനുകൂലിക്കാത്ത ചില കാര്യങ്ങൾ, അത് ഔഷധം മൂലമോ സർജറി മൂലമോ മറ്റു കാര്യങ്ങൾ മൂലമോ ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലേഡിക്ക് പ്രഗ്നൻസി ഉണ്ടാകാൻ കഴിയും. അപ്പം ഇതിൽ നിന്ന് ആ ഇൻഫെർട്ടിലിറ്റിയുടെയും സ്റ്റെറിലിറ്റിയുടെയും വ്യത്യാസം മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. സ്റ്റെറിലിറ്റി പറഞ്ഞാൽ തീർത്തും കുട്ടികൾ ഉണ്ടാകാത്ത അവസ്ഥയാണ്. സാധാരണഗതിയിൽ WHO ഒരു പാരാമീറ്റർ വെച്ച് പറഞ്ഞാൽ 35 മുതൽ 40 വയസ്സ് വരെ ഗർഭം ഉണ്ടാകുന്നില്ലെങ്കിൽ ആ ആളിന് ഗർഭം ഉണ്ടാകുകയില്ല എന്ന് പറയാൻ പറ്റും സ്റ്റെറിലിറ്റി. അതേസമയം
കല്യാണം കഴിച്ചു, 25 വയസ്സ് കല്യാണം കഴിച്ചു, 26, 27 വർഷമായിരിക്കുമ്പോൾ അവർ കുട്ടികൾ ഉണ്ടാകാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഉണ്ടാകാത്തപ്പോഴായിരിക്കും ഒരു ഡോക്ടറുടെ സഹായം തേടുന്നത്. എന്ന് പറഞ്ഞാൽ 26 വയസ്സ് മുതൽ 35-40 വയസ്സ് വരെ നമുക്ക് സമയമുണ്ട്. അപ്പൊ അത്രയും കാലം അല്ലെ ആ കുറച്ചു കാലം ചികിത്സിക്കാതെ ആ ആളിനെ സ്റ്റെറൈൽ എന്ന് പറയാൻ പറ്റത്തില്ല, സ്റ്റെറിലൈറ്റ് എന്ന് പറയാൻ പറ്റുകയില്ല. ചികിത്സിക്കണം. ചികിത്സിച്ചാൽ സ്കോപ്പ് ഉണ്ട്. ഇതാണ് എൻ്റെ അനുഭവം. പിന്നെ അതിനിടയ്ക്കൊരു 1-2 പേഴ്സണൽ അനുഭവം കൂടെ അങ്ങ് പറയാം, ഇതിൻ്റെ കൂടെ പറയാൻ പറ്റുന്നതുകൊണ്ട്. 30 വയസ്സായപ്പം ഒരു കേസ് പെരിയാൻ ഇവിടെ ആണെങ്കിൽ പറയാം, രമ, അവരെ ചികിത്സിക്കാൻ വന്നു. 5 വർഷം ചികിത്സിച്ചു. എന്നോട് ചികിത്സിക്കാൻ വരുമ്പോൾ ധാരാളം പണം ഉണ്ടായിരുന്ന അവരെ പണമെല്ലാം നഷ്ടപ്പെട്ട് തീരെ ബുദ്ധിമുട്ടി ആയപ്പോഴാണ് എൻ്റെ അടുത്ത് വരുന്നത്. അയാൾ ഗൾഫിലായിരുന്നു. കൊണ്ടുവന്ന പണം മുഴുവൻ ചികിത്സിച്ച് തീർന്നു. ഒരു ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പേം തെറാപ്പിക്ക് എന്ന് പറഞ്ഞാൽ 1 ലക്ഷം രൂപയൊക്കെ ആകും. അങ്ങനെയൊക്കെ ചെയ്ത് കുറഞ്ഞു കഴിഞ്ഞൊരു ട്രയൽ എന്ന നിലയ്ക്ക് എന്നിൽ നിന്നൊരു, എൻ്റെ ക്ലിനിക്കിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ മാറിയാണ് താമസിച്ചിരുന്നവർ, എന്നെക്കുറിച്ച് കേട്ടറിഞ്ഞ് വന്നതാണ്. അന്ന് ഞാൻ 4 വർഷം കൂടുതൽ ചികിത്സിച്ചു. അപ്പോൾ അവർക്ക് 35 വയസ്സ് കഴിഞ്ഞു. ഞാൻ പറഞ്ഞു, രമേ, ഇത്ര നാളായല്ലോ, നിങ്ങൾ വേറെ എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഒത്തിരിയൊക്കെ ചെയ്തതാണ് ചേട്ടാ, സാറേ, കുറയാതെ വന്നുകൊണ്ടാണ് ഇവിടെ വന്നത് എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് അവിടുന്ന് കരഞ്ഞു. ഇങ്ങനെ കരഞ്ഞപ്പോൾ എനിക്കത് മനസ്സിൽ. ഞാൻ അതുപോലത്തെ ആ ഫയലങ്ങ് മാറ്റി വെച്ചിട്ട് ആ കേസ് ഫ്രഷായിട്ട് ഒന്നുകൂടി എടുത്ത് മരുന്ന് കൊടുത്ത് 11 മാസം കഴിഞ്ഞപ്പോൾ പ്രഗ്നൻ്റായി. 11 മാസം കഴിഞ്ഞു. അപ്പോൾ അന്ന് ആ കരഞ്ഞ കാര്യമൊക്കെ വെച്ച് സിംറ്റത്തിലൊക്കെ അല്ല മെഡിസിനിലൊക്കെ ചില മാറ്റമൊക്കെ വരുത്തി. ഞാൻ വഴി അത് മരുന്നിനെ കുറിച്ചുള്ള ആ പ്രതിപാദനത്തിൽ ഒരു സാഹചര്യത്തെ മരുന്ന് എങ്ങനെ പ്രിസ്ക്രൈബ് ചെയ്യാമെന്ന് പറയാം. കാരണം പുരുഷ വന്ധ്യതയെക്കാളും കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് കേസാണ് സ്ത്രീ വന്ധ്യത. എന്ന് പറഞ്ഞാൽ പുരുഷന്റെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെക്കാളും കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡും കുറച്ചുകൂടെ വിശാലവുമാണ് സ്ത്രീയുടെ ഗർഭോത്പാദന വ്യവസ്ഥ. എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും, വജൈനൽ മുതൽ ആരംഭിച്ച് യൂട്രസ്, ഫലോപ്പിയൻ ട്യൂബ്, ഓവറി, ആ സ്ട്രക്ചർ എല്ലാം കൂടെ കൂടിയ ഒരു സിസ്റ്റമാണ് സ്ത്രീയെ പ്രഗ്നന്റ് ആകാൻ സഹായിക്കുന്നത്. അപ്പൊ ഈ സിസ്റ്റത്തിൽ എവിടെ വരുന്ന കുഴപ്പവും പലപ്പോഴും ഗർഭധാരണത്തെ ബാധിക്കും. അതുകൊണ്ട് സ്ത്രീയുടെ ചികിത്സ എൻ്റെ അനുഭവത്തിൽ പുരുഷബന്ധ ചികിത്സനേക്കാളും കുറച്ചുകൂടി പ്രയാസമേറിയതും കുറച്ചുകൂടി ഡോക്ടർക്ക് വെല്ലുവിളികൾ ഉണ്ടാകുന്നതും കുറച്ചുകൂടി ശ്രദ്ധിച്ച് സിസ്റ്റമിക്കായിട്ട് കൈകാര്യം ചെയ്യേണ്ടതാണ്. അത്രയുമാണ് അതിനെക്കുറിച്ച് ആമുഖമായി പറയാവുന്നത്. ആദ്യമായി നമ്മൾ ഒരു വന്ധ്യത കേസ് വരുമ്പം കുറേ പരിശോധനകളും മറ്റും നടത്തണം. ആ പരിശോധനകളെക്കുറിച്ചും ഇവിടെ പ്രതിപാദിക്കേണ്ടതുണ്ട്. ഒന്ന്. രണ്ടാമത്, ഒരു സ്ത്രീ വന്ധ്യത കൈകാര്യം ചെയ്യുമ്പോൾ പലപ്പോഴും ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ പുരുഷ വന്ധ്യതയേക്കാളേറെ വ്യത്യസ്തമായ ബ്രാഞ്ചുകൾ ചിന്തിക്കണം. ഉദാഹരണമായി, ബയോളജിക്കൽ കാരണങ്ങളെ കൊണ്ട് ശരീരത്തിൻ്റെ ഘടനാപരമായ കാരണങ്ങൾ വന്ധ്യതയ്ക്ക് കാരണം ഒത്തിരി ആകാം. അതോടൊപ്പം തന്നെ ശരീരത്തിൻ്റെ ധർമ്മപരമായ കാരണങ്ങളും ഉണ്ടാകാം. നമുക്ക് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ബയോളജിക്കൽ കോസസ് ആൻഡ് ഫിസിയോളജിക്കൽ കോസസ്. ഈ 2 കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ അപഗ്രഥിച്ചാൽ മാത്രമേ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പം അങ്ങനെ വരുമ്പോൾ എന്തെല്ലാം ബയോളജിക്കൽ കോസുകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കണമെന്ന് ആലോചിക്കാം. നമുക്കറിയാൻ പറ്റും, സാധാരണഗതിയിൽ ഒരു ശരിയായ സാധാരണമായ നോർമലായ ഗർഭധാരണം നടക്കണമെന്ന് വരികിൽ
നിശ്ചയമായിട്ടും ബയോളജിക്കൽ സ്ട്രക്ചറായ പ്രധാന ഗർഭോധാരണ ഉപകരണമായ അല്ലെങ്കിൽ അവയവമായ യൂട്രസിന്റെ ഘടന, സർവിക്സിന്റെ ഘടന, പ്രധാനമായും ഫലോപ്യൻ ട്യൂബിന്റെ അവസ്ഥ, ഓവറിയുടെ അവസ്ഥ, മെൻസസിന്റെ അവസ്ഥ മുതലായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കണമെന്ന കാര്യം ഏത് ഡോക്ടർക്കും മനസ്സിലാകും. അല്പം കൂടി അതിനെ വിവരിച്ചു പറഞ്ഞാൽ, വളരെ കൂടുതലായി കാണുന്ന ഒരു കാരണം ഫലോപ്യൻ ട്യൂബിലെ പ്രശ്നങ്ങൾ. ഫലോപ്യൻ ട്യൂബിലെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാം. ഫലോപ്യൻ ട്യൂബിന്റെ ഫിംബ്രിയേറ്ററിനോട് ചേർന്ന ഭാഗത്ത് വെച്ചാണ് സ്പേമും ഓവും കൂടി യോജിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സ്പേമിന് സെർവിക്സ് മുതൽ ഗർഭപാത്രത്തിന്റെ ക്യാവിറ്റി മുതൽ ഫലോപ്യൻ ട്യൂബിന്റെ ഒന്നാമത്തെയും രണ്ടാമത്തെയും ഭാഗം വരെ സഞ്ചരിച്ച് അവിടെ എത്തിയിരിക്കുന്ന ഓവുമായിട്ട് യോജിച്ച് സൈഗോട്ട് ഉണ്ടാകാൻ സഹായിക്കണം. ഈ ട്യൂബിന് എന്തെങ്കിലും തരത്തിലുള്ള വിഷയമുണ്ടെങ്കിൽ, സാധാരണ നമ്മൾ തടസ്സം എന്നാ പറയാവുന്നത്, നമുക്കൊക്കെ അറിയാം, ഉണ്ടെങ്കിൽ ഇത് സാധിക്കുകയില്ല. അതിന് നമ്മൾ ചെയ്യുന്ന ടെസ്റ്റ് പ്രധാനമായിട്ടും ചെയ്യുന്നത് നമുക്കറിയാം, ട്യൂബൽ പേറ്റൻസി ടെസ്റ്റ്, ട്യൂബിന്റെ പേറ്റൻസിയെ അളക്കുന്ന ടെസ്റ്റ്. ഇപ്പൊ ട്യൂബൽ പേറ്റൻസി ടെസ്റ്റ് ബയോളജിക്കലായ കാരണം അറിയുന്നതിനുള്ള ഒരു പ്രധാന ടെസ്റ്റാണ്. സാധാരണഗതിയിൽ ഡൈ ഇഞ്ചക്ട് ചെയ്ത് എക്സ്റേ എടുക്കാറുണ്ട്, സലൈൻ ഇഞ്ചക്ട് ചെയ്ത് എടുക്കാറുണ്ട്. അങ്ങനെ പേറ്റൻസി ടെസ്റ്റ് നമുക്ക് പോസിറ്റീവ് ആയെങ്കിൽ, ഇല്ലെങ്കിൽ ആ പേറ്റൻസി ഉണ്ടാകാൻ ഉള്ള, നമുക്കറിയാം തടസ്സം ഉണ്ടാകുന്നതിന്റെ കാരണത്തെ വെച്ച് വീണ്ടും നമുക്കിത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയ സംഗതിയാണ്. തടസ്സം ഉണ്ടാകാൻ പ്രധാന കാര്യം നമുക്കറിയാം, ഒന്ന് ഇൻഫെക്ഷനാണ്. ഏതെങ്കിലും തരത്തിലുള്ള ക്രോണിക് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ നീർക്കെട്ട് വന്ന് ഫലോപ്യൻ ട്യൂബിന്റെ വാളുകൾ അഡ്ഹസീവ് ആയി കഴിഞ്ഞാൽ അതിനപ്പുറത്തോട്ട് സ്പേം നടക്കാൻ പറ്റുകയില്ല. അപ്പോൾ ആ പരിശോധന നമുക്ക് ഡൈ അല്ലെന്നൊരു തിരിച്ചറിയാൻ പറ്റുന്ന ഭാഗത്ത് ആ തടസ്സ ഭാഗം കൊണ്ട് ഡൈ അവിടെ നിൽക്കും. എക്സ്റേ നമുക്ക് തന്നെ മനസ്സിലാവും, പ്രത്യേക ഒരു എക്സ്പെർട്ടൻസ് ഒന്നും വേണ്ടതിന്. പിന്നെ അടുത്തൊരു കാര്യം വരുന്ന ഓവറിയുടെ അവസ്ഥയാണ്. നമുക്കറിയാം, ഓവറീസ് ആണ് അണ്ടത്തെ ഉത്പാദിപ്പിക്കുന്നത്. അപ്പോൾ ഓവറി ജനറലി നമുക്കറിയാം 2 ഓവറി ഉണ്ട്. ഫലോപ്യൻ ട്യൂബിന് പുറത്തായിട്ട് ഫിംബ്രിയേറ്റ് എൻഡിന്റെ മുകളിലായിട്ട് ബ്രോഡ് ലിഗമെന്റിലാണ് ഇതിനെ അറ്റാച്ച് ചെയ്തിട്ടിരിക്കുന്നത്. സൈസ് ജനറലി അബൌട്ട് ഒരു ആൽമണ്ട് സീഡ് വലുപ്പമാണെന്നാണ് പറയുന്നത്. പ്രായപൂർത്തിയായ അല്ലെങ്കിൽ മെൻസ്ട്രേഷൻ ആരംഭിച്ചു കഴിഞ്ഞ ഒരു സ്ത്രീയില് മെൻസസ് സാധാരണ പീരീഡ് എന്ന് പറയുന്നത് നമുക്കറിയാം 28 ദിവസമാണ്. അതിൻ്റെ മിഡിൽ ഭാഗമായ 40th ഡേ ആണ് ഓവുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓവുലേഷൻ വരികയും ഓവം ഉണ്ടാകുന്നത് ഒരുപക്ഷെ പറഞ്ഞാൽ ഒരു തെങ്ങിൻ്റെ മണ്ടയിലെ തേങ്ങാക്കൊലുകളെ പോലെയാണ്. ഏറ്റവും ചെറിയ പ്രായമാകാത്ത ടെൻഡർ ഓവറി മുതൽ മച്ചുറായ ഓവറി വരെ അവിടെ കാണും. മച്ചുറായ ഓവം അവിടുന്ന് ഡിസ്ചാർജ് ചെയ്യുകയും അത് ഫിംബ്രിയേറ്റ് എൻഡ് ഓഫ് ദി ഫലോപ്യൻ ട്യൂബ് അതിനെ എടുത്ത് ഫലോപ്യൻ ട്യൂബിനകത്തെ സീലിയേറ്റർ എപ്പിത്തീലിയം ഒരു മെറ്റാക്രോണൽ വേവ്സ് കണക്ക് കൈമാറിയാണ് ആ സ്ഥലത്ത് എത്തിക്കുന്നതൊക്കെ ഒരു കാവ്യഭാവനയെ പറയാൻ പറ്റും. അങ്ങനെ അവിടെ വന്നു കഴിയുമ്പോൾ ഈ ഓവം അവിടത്തെയാണ് യോജിച്ച് സൈഗോട്ട് ഫോം ചെയ്യുന്നത്. അപ്പം പ്രോപ്പറായ ഓവം ഉണ്ടാകുന്നുണ്ടോ? ഒന്ന്, ഉണ്ടാകുന്ന ഓവം പ്രോപ്പറായിട്ട് ഡിസ്ചാർജ് ചെയ്യുന്നുണ്ടോ? 2, ഇത്രയും കാര്യങ്ങൾ അറിയാൻ പറ്റും. ജനറലി അത് നമുക്കൊരു അൾട്രാസൗണ്ട് സ്കാനിൽ അറിയാൻ പറ്റും. സാധാരണയായിട്ട് ഓവർ ഫാറ്റ് കൊണ്ട് ഓവറി ഫാറ്റിൽ എംബഡ് ചെയ്ത് പോവുക ഒരു പക്ഷേ, അല്ലെങ്കിൽ ഫലോപ്യൻ ട്യൂബ് പ്രോപ്പറായി ഓവത്തെ എടുക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ഇരിക്കുക.
ഇത്തരം കാര്യങ്ങൾ കൊണ്ട് ഓവം പലപ്പോഴും യൂട്രൈൻ ക്യാവിറ്റിക്ക് എത്താതിരിക്കും. അപ്പോൾ അത്തരം കാര്യങ്ങളും സ്കാനിൽ അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള അറിയാനുള്ള അൾട്രാസൗണ്ട് സ്കാൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഉള്ള കോസ് ഞാൻ കേസ് ടേക്കിംഗ് പറയാം, എങ്കിലും ഇപ്പം സൂചിപ്പിക്കുകയും ചെയ്യാം. നീർക്കെട്ടുകൾ, ഗൊണോറിയൽ ഇൻഫെക്ഷൻസ്, മറ്റ് വൈറൽ ഇൻഫെക്ഷൻസ്, പിന്നെ നമുക്കൊക്കെ അറിയാം മംസ്, മുണ്ടിനീര് വന്നു കഴിഞ്ഞാൽ പുരുഷന്മാരിൽ അത് ഓർക്കിഡൈറ്റിസും സ്ത്രീകളിൽ സാൽപിഞ്ചോ ഊഫ്രൈറ്റിസും ഉണ്ടാക്കും. ഓവറിക്കും സാൽപിൻസിനും നീർക്കെട്ടുണ്ടാക്കി പ്രോപ്പറായ ഓവുലേഷൻ ഫങ്ഷനെ അല്ലെ ഫെർട്ടൈൽ ഫങ്ഷനെ അത് കുഴപ്പപ്പെടുത്തും. അപ്പോൾ അത്തരം ഹിസ്റ്ററികളിലൂടെ അത്തരം രോഗങ്ങൾ ഉണ്ടാകുന്ന കാര്യം കൂടെ റൂൾ ഔട്ട് ചെയ്യുകയോ മനസ്സിലാക്കുകയോ ചെയ്യണം. അപ്പം ബയോളജിക്കൽ പ്രോസസ്സിൽ സർവൈക്കൽ പ്രോബ്ലംസ്, ഞാൻ സർവൈക്കൽ പ്രോബ്ലംസ് മാത്രമേ പറയുന്നുള്ളൂ. അതൊക്കെ സാധാരണഗതിയിൽ അൾട്രാസൗണ്ട് ട്രാൻസ്വജൈനൽ സ്കാനിൽ കൂടെ മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ ഈ സാധാരണ ഒരു കേസ് ഹോമിയോപ്പതിക്കാരൻ്റെ വരുമ്പം ഇത്തരം കടലാസം കൊണ്ട് എൻ്റെ എക്സ്പെൻസ് വരത്തും. ഫസ്റ്റ് നമ്മുടെ അടുത്ത് വരാറില്ല. വേറെ ചിലടത്തെല്ലാം പോയി പരിശോധനയും കഴിഞ്ഞ് ഒത്തില്ല സാറേ എന്ന് പറഞ്ഞ റിപ്പോർട്ടും കൊണ്ടാണ് വരുന്നത്. ഞാൻ റിപ്പോർട്ട് വളരെ ശക്തമായി കൃത്യമായി പരിശോധിക്കും, എന്നിട്ട് ഞാൻ മരുന്ന് കൊടുക്കുകയുള്ളൂ. കാരണം അല്ലേ നമ്മൾ എണ്ണ ചെയ്യാൻ പറയണം. അപ്പം സർവൈക്കൽ പ്രോബ്ലംസ്, യൂട്രൈൻ വാൾ പ്രോബ്ലം, യൂട്രൈൻ ക്യാവിറ്റി പ്രോബ്ലംസ്, ഫലോപ്പിയൻ ട്യൂബ് പ്രോബ്ലംസ്, ഓവേറിയൻ പ്രോബ്ലംസ്, മിസ്ഫോർമേഷൻ ഓഫ് ദി ഫലോപ്പിയൻ ട്യൂബ് അല്ലെങ്കിൽ ഫിംബ്രേറ്റർ ഉണ്ട്. ഇത്തരം കാര്യങ്ങൾ അറിയാൻ പറ്റും. പിന്നെ നമ്മൾ സാധാരണ ഗതിയിൽ ആളിനെ കുറിച്ചൊരു ഒരു ഒരു പഠനവും പറയും. ഒബേസിറ്റി, ഒരു പരിധി കഴിഞ്ഞുള്ള ഒബേസിറ്റി ഒരു കാരണമാണ്. അപ്പോൾ ഇത്രയും മെറ്റീരിയൽ കോസ് നമ്മൾ, അതായത് ബയോളജിക്കൽ, അതായത് ശരീര ഭാഗപരമായ ശാസ്ത്രപരമായ ഭാഗങ്ങൾ ഇത്രയും വരും. അടുത്തത് നമ്മൾ നടത്തുന്നത് അല്ലാത്ത കാരണങ്ങൾ, ഹോർമോൺ ഡിസ്ഫങ്ഷൻസ് ആണ്. സാധാരണ ഹോർമോൺ ഡിസ്ഫങ്ഷൻ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും FSH, LH, മുള്ളേറിയൻ ഹോർമോൺസ്, ഇത്രയും ഹോർമോൺസ്, FSH, LSH, മുള്ളേറിയൻ ഹോർമോൺസ്, ഇത്രയും ഹോർമോൺസിന് പ്രഗ്നൻസി ഉണ്ടാകുന്നതിന് വളരെ പ്രധാനമായ റോളുണ്ട്. ഫോളിക്കിൾ സ്റ്റിമുലേറ്റ് ചെയ്തെങ്കിൽ മാത്രം നമുക്കറിയാം ഒരു ഓവം ഉണ്ടാകുന്നത്. ഫോളിക്കിൾസ് മച്യൂറായി പ്രോപ്പർ മച്യൂറേഷൻ കഴിഞ്ഞിട്ട് ഓവം മച്യൂറായാണ് അത് ഡിസ്ചാർജ് ചെയ്യുന്നത്. അത് ഡെഫിഷ്യൻ്റ് ആണെന്ന് വരിയിൽ ഓവുലേഷൻ ശരിയാകുകയല്ല. ലൂട്ടിനൈസിങ് ഹോർമോൺ ആണെന്ന് വരിയിലും ആ ലൂട്ടിനൈസേഷൻ ഫംഗ്ഷന് വേണ്ടി ആ ഹോർമോൺ ഉണ്ടെങ്കിൽ ഓവത്തിൻ്റെ ഹെൽത്തി ഓവം അല്ലെന്ന് വരിയിൽ ഹെൽത്തി ഓവേറിയൻ റിസർവ് എന്ന് വേണേൽ പറയാം അതിന്. ആ ഫങ്ഷൻസ് കൃത്യമായി നടത്തുകയുള്ളൂ. പിന്നെ വേറെ പ്രധാന ഹോർമോൺ മുള്ളേറിയൻ ഹോർമോൺ, ആൻറ്റി മുള്ളേറിയൻ ഹോർമോൺ. മുള്ളേറിയൻ ഹോർമോണും ഓവുലേഷനെ പ്രോപ്പറാക്കി നടത്തുന്നതിന് പ്രധാനമായ ഒരു കാര്യമാണ്. പിന്നെ FSHൻ്റെ നമ്മളിപ്പം ഇതൊക്കെ പുതിയ ടെസ്റ്റുകളാണ്, നമ്മൾ എവിടെ ചെയ്താലും അതിൻ്റെ പാരാമീറ്റർ അത് കാണും. എങ്കിലും ഞാനത് അതൊരു ഒരു ഓർമ്മയ്ക്ക് വേണ്ടി ഒന്ന് സൂചിപ്പിക്കാം. സാധാരണ 2nd ഡേ, 3rd ഡേ, 4th ഡേ ഓഫ് മെൻസസിലാണ് FSH ഹോർമോൺ അസേ നടത്തുന്നത്. നോർമൽ വാല്യൂ മോർ ദാൻ 1 നാനോഗ്രാം പെർ ലിറ്റർ ആണ്. കുറച്ചുകൂടി ഒരു ജനറലായി പറഞ്ഞാൽ 1:4 നാനോഗ്രാം പെർ ലിറ്റർ ആണ് പ്രോപ്പറായ ഒവേറിയൻ ഫങ്ഷന് വേണ്ടിയത്. ഒവേറിയൻ പീക്ക് എന്ന് വേണേൽ പറയാം. 10 to 25 നാനോഗ്രാം പെർ ലിറ്റർ ആണെങ്കിൽ
പീക്ക് ഓവേറിയൻ ഫംഗ്ഷനാണ്. എന്നാൽ പീക്ക് ലെവല് ലൂട്ടിനേസ് ഹോർമോണ് ഓപ്പോസിറ്റായി ആക്ട് ചെയ്യും. നേരെ മറിച്ച് മെനപ്പോസൽ സ്റ്റേജിലുള്ള ഒരാളിൻ്റെ ഹോർമോൺ അസൈൻ ചെയ്താൽ അത് പലപ്പോഴും 30 നാനോഗ്രാം പെർ ലിറ്റർ ആയിരിക്കും, അല്ലെങ്കിൽ അതിന് മുകളിലായിരിക്കും. അതാണ് FSHന്റെ പ്രത്യേകത. പിന്നെ ആന്റി മുള്ളേറിയൻ ഹോർമോൺ നോർമൽ ലെവൽ 1 നാനോഗ്രാം പെർ ലിറ്റർ ആണ്. 1 നാനോഗ്രാം പെർ ലിറ്ററിൽ നിന്ന് കുറയുകയാണെങ്കിൽ അത് ലോ ഒവേറിയൻ റിസർവ് എന്നാണ് മയോ ക്ലിനിക് പ്രൊസീഡിങ്സുകാരുടെ ഫൈൻഡിങ്. ലോ ഒവേറിയൻ റിസർവ് എന്നാണ് പറയുന്നത്. അതായത് ഓവറിക്ക് പ്രോപ്പറായി ഓവത്തെ ഉണ്ടാക്കാനുള്ള ആ കപ്പാസിറ്റി കുറവായിരിക്കും. ലോ ഒവേറിയൻ റിസർവ്. നല്ല ഹെൽത്തി കണ്ടീഷൻ ആണെങ്കിൽ, നല്ല ഒരു ആക്റ്റീവ് എന്ന് പറയണമെങ്കിൽ 1 to 3 നാനോഗ്രാം പെർ ലിറ്റർ ആണ്. 1 to 3 നാനോഗ്രാം പെർ ലിറ്റർ. അതേസമയം അതുകൂടി 4ന് മുകളിലായാൽ നമുക്ക് വേണേൽ തോന്നും അത് നല്ലതായിരിക്കുമെന്ന്. പക്ഷേ AMH ആന്റി മുള്ളേറിയൻ ഹോർമോൺ 4ൽ മുകളിലായാൽ അത് പോളിസിസ്റ്റിക് ഓവറി ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യം, ഒവേറിയൻ സിസ്റ്റം ഉണ്ടാക്കാൻ ഉള്ള കുഴപ്പമുണ്ടാകും. അപ്പം നമ്മൾ 1 പറഞ്ഞു, 4 പറഞ്ഞു. ഒരു ഒപ്റ്റിമൽ ലെവൽ എന്ന് പറയുന്നത്, ഒപ്റ്റിമൽ ലെവൽ ഓഫ് AMH ആന്റി മുള്ളേറിയൻ ഹോർമോൺ, ഒപ്റ്റിമൽ ലെവൽ എന്ന് പറയുന്നത് 1 to 3.5 നാനോഗ്രാം പെർ ലിറ്റർ. അത് വളരെ നല്ലതും നല്ല ഹെൽത്തി ഒരു അവസ്ഥയെന്ന് വേണേ പറയാൻ പറ്റും. അപ്പൊ ഈ സാധാരണഗതിയിൽ നമ്മൾ കേസ് എടുത്ത് മരുന്ന് കൊടുത്തു ഒരു സാധാരണ നമ്മളൊരു ഹോമിയോപ്പത്തിക് അപ്രോച്ചിൽ മരുന്ന് കൊടുക്കുമായിരിക്കുമല്ലോ. കൊടുത്തു കഴിഞ്ഞ് നമ്മളൊരു ഒരു കൊല്ലമോ അല്ലെങ്കിൽ 6 മാസമോ ഒക്കെ ചികിത്സ കഴിഞ്ഞിട്ട് അതിന് പ്രയോജനകരമായ അവസ്ഥ കാണാത്തപ്പോഴാണ് നമ്മൾ ഇത്തരം കൂടുതൽ ടെസ്റ്റ് ചെയ്യുന്നത്. മറ്റേ സാധാരണ അൾട്രാസൗണ്ട്, പേറ്റൻസി ടെസ്റ്റ്, സർവൈക്കൽ ടെസ്റ്റുകൾ, ഓവറിയൻ ടെസ്റ്റുകൾ, മെൻസസ് ഹിസ്റ്ററി, ഇതുകൊണ്ടൊക്കെ കുറേ അസസ് ചെയ്യാം. ഉദാഹരണമായിട്ട് ഇപ്പം നമുക്കറിയാം, അതിൻ്റെ കോഴ്സിലൊന്ന് പറയുന്നത് ഇൻക്രീസ്ഡ് മെൻസസ് സൈക്കിൾ ഫോർ മോർ ദാൻ 35 days വരുന്നത് ഒരു റോങ് ഹിസ്റ്ററിയാണ് പറയുന്നത്. അതുപോലെ മെൻസസ് ഹിസ്റ്ററി ലെസ് ദാൻ 20 അതും ഒരു അബ്നോർമൽ ഫൈൻഡിങ് ആണ്. സാധാരണഗതിയിൽ 28 to 30 ഡേ ഉള്ള സൈക്കിളാണ്. നമ്മൾ ഹിസ്റ്ററി എടുക്കുമ്പോൾ ഞാനിത് പറയും, മെൻസസ് ഹിസ്റ്ററി കേസ് എടുക്കുന്ന കൂട്ടത്തിൽ പറയും, നമ്മൾ ഹെൽത്തി ആയിട്ട് എടുക്കുന്നത് 28 to 30 ഡേ നോർമൽ, ലെസ് ദാൻ 20 ഡേ ലെസ് മെൻസൽ ഫങ്ഷൻ, മോർ ദാൻ 35 ഡേ മോർ മെൻസ്ട്രൽ ഫങ്ഷൻ എന്ന് ഒരു കാറ്റഗറിയിൽ ചെയ്യാം. ഈ ബയോളജിക്കൽ അല്ലാത്ത അല്ലെ ഫങ്ഷണലായ കാര്യങ്ങളെ കുറിച്ചുള്ള അനാലിസിസ്, ഇത്രയും കാര്യങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മളൊരു കേസ് ജനറൽ രീതിയിൽ, ഞാൻ പറയുന്ന ഫുള്ളി ഹോമിയോപ്പതിക് എന്നല്ല, ഒരു ജനറൽ അസൈൽ നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ പരിശോധിക്കുകയും, അല്ലെ നമ്മൾ ജനറൽ റിപ്പോർട്ടുകളിൽ എന്തൊക്കെ വേണം, എന്തൊക്കെ ചിന്തിക്കണം എന്നതിനെക്കുറിച്ച് ഞാനൊന്ന് സമഗ്രമായി പറയാം. സാധാരണഗതിയിൽ ഒരു കേസ് വന്നാൽ നമ്മളതിൽ മെഡിക്കൽ ഹിസ്റ്ററി, എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു ചെയ്തു എന്ന് പറയാവുന്ന, അല്ലെങ്കിൽ ആ ആളിൻ്റെ ആരോഗ്യം, മറ്റെന്തെങ്കിലും അസുഖങ്ങൾ വേറെ ഉണ്ടായിരുന്നു കേട്ടുള്ള അത്,
സെക്കൻഡായി നമ്മൾ എടുക്കുന്ന മെൻസ്ട്രൽ ഹിസ്റ്ററി. മെൻസ്ട്രൽ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ നമുക്കറിയാം മെനാർഷേ ആൻഡ് മെനപ്പോസ്. ഫസ്റ്റ് മെൻസസ്, അതിൻ്റെ ഡ്യൂറേഷന്, മെൻസിനെ കുറിച്ച് ഞാൻ മുമ്പേ സൂചിപ്പിച്ച കാര്യങ്ങളെല്ലാം. പിന്നെ മൂന്നാമത് ഞാൻ ആദ്യം ഇപ്പം സൂചിപ്പിച്ച പ്രത്യുൽപാദന സിസ്റ്റത്തിൻ്റെ പരിശോധനകൾ, അതായത് ബയോളജിക്കൽ പ്രത്യുൽപാദന സിസ്റ്റം എന്ന് നമുക്ക് പറയാം. നമ്മൾ മലയാളത്തിലാക്കിയ കൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മൾ ഒറ്റവാക്കി പറയാം റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഇസ് ഇറ്റ്. ഞാൻ മലയാളീകരിച്ച് വേണമെന്നൊരു ഭാഗത്താണ് അങ്ങനെ പറഞ്ഞത്. അപ്പൊ പ്രത്യുൽപാദന സിസ്റ്റത്തിന്റെ പരിശോധനകൾ, അപ്പൊ അൾട്രാസൗണ്ട് സ്കാനുകൾ, ട്രാൻസ്വജനൽ സ്കാനുകൾ, ഒവേറിയൻ, യൂട്രൈൻ അഡ്നെക്സ, ഈ നോർമൽ ആയ നമുക്ക് പല അൾട്രാസൗണ്ട് സ്കാനിലും ഓവറീസ് പലതും കാണാൻ മേലാത്തതുണ്ട്. ഓവറീസ് മേ ബി എംബഡഡ് സം അതർ പ്ലേസ്, വേറെ ശരിയായ ഓവുലേഷൻ നടക്കാനും മച്ചുറായ ഓവത്തിനെ ഫെബ്രിയേറ്റഡ് എൻഡ് കൊണ്ട് എടുക്കാനും അല്ലെ പിടിക്കാനും പറ്റാത്ത സാഹചര്യത്തിലുള്ള ഡിസ്പ്ലേ. സർട്ടൻ ഫലോപ്പിൻ ട്യൂബ് മടങ്ങിക്കിടക്കും, ഒരിക്കലും ആ ഓവത്തെ അങ്ങോട്ട് കിട്ടത്തില്ല, അല്ലെങ്കിൽ ഓവം പിടിക്കാൻ തക്ക സൗകര്യം ഉണ്ടായിരിക്കത്തില്ല. അപ്പൊ അങ്ങനെയുള്ള എല്ലാ ബയോളജിക്കൽ കാരണങ്ങളെക്കുറിച്ചും നമുക്ക് അറിവുണ്ടാകണം. മറിച്ച് പറഞ്ഞാൽ അത്തരം കാര്യങ്ങൾ നമ്മൾ പരിശോധിച്ച റിപ്പോർട്ടൊക്കെ നമ്മുടെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് എല്ലാ കേസും ആകുകയില്ല. വേറൊരു ഡോക്ടറെ താല്പര്യപ്പെടുത്തി പോയാലും നിങ്ങളുടെ ഹോമിയോപ്പതി ഡോക്ടർ കൃത്യമായി ചെയ്യാവുന്ന ടെസ്റ്റുകൾ മിക്കവാറും ചെയ്തിട്ടുണ്ട്. ഇനി വേറെ ചിലത് എനിക്ക് ചെയ്യാനുള്ളൂ എന്ന് പറയുന്നതായിരിക്കും. നമ്മുടെ കേസ് ഫെയിലായാലും അല്ലെ സക്സസ് ആയാലും നമുക്കൊരു അപ്രൂവൽ, അയാൾ ക്വാക്കല്ല, ഹീ നോസ് തിങ്സ് എന്ന് പറയണമെങ്കിൽ നമ്മളത് അത്തരം ടെസ്റ്റുകൾ ചെയ്തിരിക്കണം. പിന്നെ ഹോർമോൺ ടെസ്റ്റ് ഞാൻ പറഞ്ഞു, FSH, LH ആൻഡ് ആന്റി മുള്ളേറിയൻ ഹോർമോൺ. പിന്നെ ഫിഫ്ത്ത് പോയിന്റ്, ടു കൺഫേം ഓവുലേഷൻ പ്രോപ്പർലി, വെദർ ഓവുലേഷൻ ഒക്കറിങ് ഓർ നോട്ട്, അല്ലേ? അതിന് നമ്മൾ ചെയ്യുന്നത് എൻഡോമെട്രിയൽ സ്കാൻ ചെയ്യുന്നുണ്ട്. സാധാരണഗതിയിൽ ഇപ്പം പുതിയ കേസ് വരുന്ന മെൻസസ് ആകുന്ന 4th ഡേ മുതൽ ഫസ്റ്റ് ഡേ, സെക്കൻഡ് ഡേ, തേർഡ് ഡേ ചെയ്യുവാണ്. ചെയ്തിട്ട് പീക്ക് എൻഡോമെട്രിയൽ തെക്കനിങ് വരുന്നപ്പോൾ ഓവുലേഷൻ വരുന്ന പറയുന്ന ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്. പലപ്പോഴും നമ്മൾ ഒരു ഫോർട്ട് നൈറ്റ് അല്ലെങ്കിൽ മിഡ് പോയിന്റ് ഓഫ് ദി മെൻസസ് ആ ഓവുലേഷൻ എന്ന് പറഞ്ഞാലും നമ്പർ ഓഫ് കേസസ് ഇറ്റ് മേ കം മോർ ഏർലിയർ ഓർ മോർ ലേറ്റ്. ജനറലി അസസ് ആണ് ദ മിഡ് പോയിന്റ് ഓഫ് ദ മെൻസസ് ഈസ് ദി പ്രോപ്പർ ഓവുലേഷൻ ഡേ. ഇപ്പം നമ്മൾ ഇൻ മൈ എക്സ്പീരിയൻസ്, അതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞേക്കാം, ഞാൻ സാധാരണ ഇങ്ങനെയുള്ള കേസുകളിൽ വരുന്നത് ഞാൻ അവരോട് പറയും, നിങ്ങൾ മെൻസസ് സ്പീഡിനെ 3 കൊണ്ട് ഹരിക്കുക. 30 വിചാരിച്ചു, 10, 10, 10. ആദ്യത്തെ 10 എന്ന് പറയുമ്പം 4th അല്ലെ 5th ഡേ ബ്ലീഡിംഗ് ഒക്കെ കാരണം അവോയ്ഡ് കോണ്ടാക്ട്. മിഡിൽ 10 നിർബന്ധമായും കോണ്ടാക്ട് ചെയ്യുക. വൈ? ബിക്കോസ് ചിലപ്പം 10ാം പക്കമായിരിക്കും ഓവുലേഷൻ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ 20ാം പക്കമായിരിക്കും. 14ാം പക്കം കൃത്യമെന്ന് പറഞ്ഞാൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ നമുക്ക് ഇഫക്റ്റ് ഇല്ലാതെ വരും. അതേസമയം മൊത്തം ഒരു 10 കൊടുത്താൽ അതിലെവിടെങ്കിലും ഏതെങ്കിലും ദിവസം ഓവുലേഷൻ സംഭവിക്കുകയും പ്രഗ്നൻസിക്കുള്ള സാധ്യത വർദ്ധിക്കുകയും ചെയ്യും. ആ ഒരു രീതി ഞാൻ അഡ്മിനിസ്റ്റർ ചെയ്യാറുണ്ട്. എൻ്റെ സുഹൃത്തുക്കൾ വളരെ അത് ചെയ്തിട്ട് എന്നോട് നല്ലതെന്ന് പറഞ്ഞിട്ടുമുണ്ട്. അപ്പം ടു കൺഫേം ദ ഓവേറിയൻ ഫങ്ഷൻ, അണ്ടോൽപാദനം ശരിയാണോ എന്നുള്ളത്. 5ാമത്തെ പോയിന്റ് സൂചിപ്പിച്ചു, അൾട്രാസൗണ്ട് സ്കാനിങ് ഓഫ് പെൽവിസ് അല്ലെ ലോവർ അബ്ഡോമൻ, യൂട്രസ്, ഫലോപ്പിയൻ ട്യൂബ്, സ്മോൾ ഇൻറ്റെസ്റ്റൈനൽ പാർട്ട്, properly uterus and fallopian tube and other structures visible, clear, right, not malformation. ഇതൊക്കെയാണ് എടുക്കാം. പിന്നെ നെക്സ്റ്റ് ഞാൻ പറയുന്നത് ട്യൂബൽ പേറ്റൻസി ടെസ്റ്റ് വിത്ത് കോൺട്രാസ്റ്റ്. കോൺട്രാസ്റ്റ് ടെസ്റ്റ് വിൽ ഗീവ് us more accurate result. ജനറലി അത്രയും കൊണ്ട് നിർത്തും.
അല്പം കൂടി നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പീരീഡ് 4, 5, 6 മാസം കൊണ്ടൊന്നും ആകുന്നില്ലെങ്കിൽ ഐ അഡ്വൈസ് ദം ടു ഡു ആൻ ലാപ്രോസ്കോപ്പി. ഒരുപക്ഷെ നമ്മൾ ലാപ്രോസ്കോപ്പി ഓർഡർ ചെയ്യുമ്പം ഇത്തരം ടെസ്റ്റൊക്കെ ചെയ്ത് നിങ്ങൾ ലീഡിങ് ആയ ഗൈനക്കോ ലാപ്രോസ് ചെയ്യണം, എങ്കിലേ അകത്തുള്ളൂ. അപ്പോൾ അത് ശരിയാകുകയാണെങ്കിൽ ആ ഡോക്ടർ ലാപ്രോസ്കോപ്പിയും കൂടെ പറഞ്ഞു വന്നുകൊണ്ടാണ് ശരിയായത്, ആ ഡോക്ടർ വാസ് വെരി റൈറ്റ് എന്ന് നമുക്കൊരു അപ്രൂവൽ കിട്ടും. പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞൊരു കോസാണ് ഒബേസിറ്റി. ഒബേസിറ്റി is one of the important cause. Overweight. ഇത്രയും പ്രധാന കാര്യങ്ങൾ, മെഡിക്കൽ ഹിസ്റ്ററി, മെഡിക്കൽ ഹിസ്റ്ററി, പ്രത്യുൽപാദന അവയവങ്ങളുടെ പരിശോധന, ഹോർമോൺ ടെസ്റ്റ്, ഒവേറിയൻ ഫങ്ഷൻ ടെസ്റ്റ്, അൾട്രാസൗണ്ട് സ്കാനിങ്, ട്യൂബൽ പേറ്റൻസി ടെസ്റ്റ്, ലാപ്രോസ്കോപ്പി, ഒബേസിറ്റി, ഇത്രയും ഹെഡിൽ നമുക്ക് ആ രോഗിയെ സ്റ്റഡി ചെയ്താലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ പ്രധാനമായ ചില ലക്ഷണങ്ങൾ കാണുന്നത് പോളിസിസ്റ്റിക് ഓവറി നമുക്ക് നമ്മുടെ ഈ അൾട്രാസൗണ്ടിൽ വരും. WHO ഒരു ഫൈൻഡിങ് പ്രകാരം പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം പ്രഗ്നൻസി കുഴപ്പമാക്കുന്ന 25 to 40% എന്ന്. നമ്മുടെ കേസുകളും നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 5 കേസുണ്ട്, 2 or 3 കേസിലും നമ്മുടെ അടുത്ത് വരുന്നത് പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം ഉണ്ട് സാറേ, ഞങ്ങളുടെ ഗൈനക്കോളജിസ്റ്റ് പറഞ്ഞു എന്ന് പറഞ്ഞ് തന്നെയാണ് വരുന്നത്. പക്ഷേ എൻ്റെ എക്സ്പീരിയൻസിൽ വളരെ ചെറിയ സിസ്റ്റുകളാണെങ്കിൽ മെഡിസിൻ കൊടുത്ത് പ്രഗ്നൻസി ഉണ്ടാവുകയും പ്രഗ്നൻസി വളരുന്നതോടൊപ്പം ഈ പോളിസിസ്റ്റിക് സിസ്റ്റമൊക്കെ ഉള്ളോട്ടങ്ങ് മാറിപ്പോവുകയും പ്രഗ്നൻസി കൃത്യമായി സംഭവിച്ചിട്ടുണ്ട്. ചില കേസുകളിൽ പോളിസിസ്റ്റിക് ഓവറി ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ ചോദിച്ചിട്ടുണ്ട്, നിങ്ങളുടെ ഡോക്ടർ എന്തെങ്കിലും സർജിക്കൽ പ്രൊസീഡിങ്സ് പറഞ്ഞു? അപ്പോൾ അതൊന്നും പറഞ്ഞില്ല സാറേ, മരുന്ന് കഴിച്ചാൽ ആ സിസ്റ്റം ഒന്നും കുഴപ്പമുണ്ടാക്കത്തില്ല, പ്രഗ്നൻസി ആയി അങ്ങനെ ആകുന്നില്ലെങ്കിൽ വരി മാത്രം മറ്റ് ഇൻവെൻഷൻ നടത്തിയാൽ മതി എന്ന് പറഞ്ഞ എക്സ്പീരിയൻസും ഉണ്ട്. അപ്പോൾ ആ 2 സിസ്റ്റം ഹോർമോൺ ലെവലും നോർമൽ ആണോ എന്ന് ചെയ്ത് പരിശോധനകൾ നമുക്ക് ജനറൽ പരിശോധനകൾ വേണമെങ്കിൽ നിർത്താം. അതൊരു വശം. രണ്ടാമത്തെ വശം നമ്മുടെ ഹാൻഡ്ലിങ്, ദാറ്റ് ഈസ് നമ്മുടെ കേസ് ടേക്കിംഗ്. അവിടെ ഞാൻ പലപ്പോഴും ക്ലാസ്സുകളിലും ഒക്കെ പറഞ്ഞിരിക്കുന്ന 1-2 കാര്യങ്ങൾ, പ്രഗ്നൻസി ഉണ്ടാകുക എന്ന് പറയുന്നത് സ്ത്രീയുടെ ശരീരശാസ്ത്ര ധർമ്മപരമായ ഒരു ഫങ്ഷനാണ്. സ്ത്രീത്വത്തിൻ്റെ ഒരു പരമമായ ദൈവികമായ ഗിഫ്റ്റാണ്. പുരുഷന്മാർക്ക് പ്രഗ്നൻസി സാധിക്കുകയില്ല. അപ്പൊ സ്ത്രീത്വം എന്ന കുട്ടികളെ ഗർഭമുണ്ടായി പൂർണ്ണമാക്കി വളർത്താനുള്ള ആ സ്ത്രീത്വ ഭാവനയുടെ ഒരു ഭാഗമാണ് പ്രഗ്നൻസി. അപ്പം നമ്മൾ ആ ഒരു കേസ് എടുക്കുമ്പം ആ ഒരു അപ്രോച്ചോടെ എടുക്കണം. അപ്പം നമ്മൾ കേസ് എടുക്കുമ്പോൾ, സാധാരണ കേസ് എടുക്കുമ്പോൾ നമ്മൾ മെഡിക്കൽ ഹിസ്റ്ററി മുൻപുള്ളതൊന്ന് നോക്കും, കേസ് ടേക്കൻ ഹിസ്റ്ററി എന്ന രീതിയിൽ. പിന്നെ നമുക്ക് എടുക്കുന്നത് മെൻസ്ട്രൽ ഹിസ്റ്ററി. പിന്നെ സ്ത്രീയിൽ വന്ധ്യതയ്ക്ക് ഞാൻ പലതിലും കണ്ടിരിക്കുന്നതിൽ ഫാമിലി ഹിസ്റ്ററിക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഒന്നാണോ? നിങ്ങൾക്ക് സഹോദരിമാരോ സഹോദരന്മാരോ ഉണ്ട്? രണ്ടും ചോദിക്കും. സഹോദരിക്ക് കുട്ടികളുണ്ടോ, സഹോദരന് കുട്ടികളുണ്ടോ? പല കേസിലും ഫാമിലിയിൽ ഇത്തരം കേസ് ഉള്ളവർക്കാണ് കണ്ടിരിക്കുന്നത്. എല്ലാമല്ല, ഒരു 30 to 40% കേസിൽ ഫാമിലി ഹിസ്റ്ററി നമ്മൾ അന്വേഷിക്കണം. പിന്നെ ഭാര്യ ഭർത്തൃ ബന്ധത്തിൻ്റെ ഹിസ്റ്ററി, എത്ര ഹെൽത്തി ആയിട്ടാണ്, എത്ര ഫിസിയോളജിക്കലാണ് നിങ്ങളുടെ ഫാമിലി ലൈഫ് പോകുന്നത്. ആ ഫാമിലി ലൈഫിലെ അസ്വാരസ്യങ്ങൾ, പ്രോപ്പറായ ഫാമിലി ലൈഫ് നടക്കാതിരിക്കുക, ആ ഒരു കഥ നമ്മൾ എടുക്കും. പിന്നെ ഭാര്യയുടെ വന്ധ്യതയെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ നമ്മൾ ഭർത്താവിൻ്റെ സെക്ഷൽ ഹാബിറ്റ്സ്, സെക്ഷൽ ഹിസ്റ്ററി,
ഭാര്യയ്ക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു, കുട്ടികളുണ്ടാകുന്നില്ല, നമ്മൾ തപ്പി. ഇങ്ങനെയൊക്കെ ചോദിച്ചു വരുന്ന കൂട്ടത്തിൽ നമ്മൾക്ക് ചോദിക്കാവുന്ന രീതിയിലൊക്കെ എങ്ങനെയാണ് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പോകുന്നത്. ഞാൻ വളരെ ഒരു എത്തിക്സിലോട്ട് സംസാരിക്കത്തുള്ളൂ. അപ്പം പിന്നെ ആദ്യമൊക്കെ അതൊക്കെ പറയും, പിന്നെ പറയാം സാറേ അത് പിന്നെ സംഗതി വളരെ കുറവാണ്. കഴിഞ്ഞ ആഴ്ച എനിക്കൊരു കേസ് ഉണ്ടായിരുന്നു. ലേഡി ഓഫ് 33 ഇയേഴ്സ്, മൂത്ത കുട്ടിക്ക് 4 വയസ്സോ 5 വയസ്സോ ഉണ്ട്. എൻ്റെ അടുത്ത് വേറെ കാര്യത്തിനൊക്കെ വന്നു, ഒത്തിരി കാര്യം. ഇവരുടെ മുഖത്ത് നോക്കുമ്പോൾ എനിക്ക് എനിക്കങ്ങനെ തോന്നുന്നു എപ്പോഴും ഒരു പോരാഴിക പോലെ. ഞാൻ എന്നാ ഈ കൊച്ചിന് 4 വയസ്സൊക്കെ, നിങ്ങൾക്ക് 2 പേർക്കും ജോലിയൊക്കെ ഉണ്ടല്ലോ, പിന്നെ എന്നാ ഒരു സെക്കൻഡ് ഒരു ആലോചന ഇല്ലേ? അപ്പോഴാ ലേഡി പറഞ്ഞു, സാറേ ആലോചനയൊക്കെ ഒത്തിരി ഉണ്ട്. എന്നിട്ട് പുള്ളിക്കാരനുമായിട്ട് സംഗതികളൊക്കെ വളരെ കുറവാണ്. അവർ വേറെ റൊമറ്റോർ ആർത്തേഴ്സിന് മരുന്നിനാണ് വന്നത്. അപ്പോൾ അവർ ചോദിച്ചു എന്നോട്, സാറിന് എങ്ങനെ മനസ്സിലായെന്ന് ചോദിച്ചു. ഞാൻ പറയും, ഞങ്ങളുടെ അടുത്ത് കള്ളം പറയാൻ പറ്റത്തില്ല. ഞങ്ങളുടെ അടുത്ത് എന്തെങ്കിലും കള്ളം പറയാൻ നിങ്ങളെ മനസ്സിൽ കരുതിയാൽ ഞങ്ങൾ ചോദിക്കുമ്പോൾ അത് ചെന്ന് പെടും. പോലീസുകാരൻ കുറ്റം ചോദിക്കുന്നതൊക്കെ. അവസാനം ഇതിനെല്ലാം മരുന്ന് കൊടുത്തേച്ച് പറഞ്ഞു, അടുത്ത പ്രാവശ്യം ഹസ്ബൻഡുമായിട്ട് വരാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്, അത് ഞങ്ങൾക്ക് സഹായിക്കാനുള്ള മരുന്ന് തരാമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം അവരുടെ കടലാസെല്ലാം അവർക്ക് ഇച്ചിരി വേറെ ആർത്തേഴ്സ് എല്ലാം അതിനനുസരിച്ച് നമ്മൾ കേസ് റിക്വയർമെന്റ്സ് ഹിസ്റ്ററി ഒക്കെ ചോദിച്ചാൽ വണ്ണം പൊക്കമെല്ലാം എല്ലാം നോർമലാ, കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ ചുമ്മാ ചോദിച്ചത്, നിങ്ങൾ ഇല്ലേ? അപ്പോൾ ആ കഥ വന്നു ഞാൻ വൈദവൈ പറയുക. കാരണം ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ അനുഭവത്തിലും ഞാൻ ചികിത്സിക്കുന്ന എല്ലാ കുടുംബക്കാരുടെയും ഫാമിലി ഡോക്ടറാണ് ഞാൻ. അവരുടെ ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ, ഈവൻ കുടുംബങ്ങളിലെ പ്രശ്നങ്ങൾ, കുട്ടികളുടെ പ്രശ്നങ്ങൾ എല്ലാം എൻ്റെ അടുത്ത് വരും, അഡ്വൈസ് ചോദിക്കും. ഞാൻ 10-70 വയസ്സുള്ള സീനിയോറിറ്റി കൂട്ടിക്കുമോ, ഞാൻ എല്ലാത്തെയും പരിഹാരം നിർദ്ദേശിക്കാറുണ്ട്. പിള്ളേർ പഠിക്കുന്നില്ല സാറേ, അവനങ്ങനെ ഞാൻ കൊണ്ടിരിക്കുന്നു, അവനെ കൊണ്ടുപോകാം. നമ്മൾ ശകലം കൗൺസിലിംഗ് എല്ലാം കൊടുക്കും. ഒത്തിരി കേസ് സക്സസ് ആകത്തുമുണ്ട്. അത് എനിക്ക് ചെയ്യുന്ന കൗൺസിലിംഗ് നോക്കിയൊരു പരിധിയുണ്ട് എന്നെ നോളജ്. ഇത് ഞാൻ പോരാ, നിങ്ങൾ കുറച്ചുകൂടെ ഒരു കൗൺസിലിംഗ് എക്സ്പെർട്ടിനെ തന്നെ കണ്ടേക്കുക പ്രയോജനം കിട്ടും. ഞാൻ പറയാൻ കാര്യം, ഡോക്ടർഷിപ്പ് എന്ന് പറയുന്നത് പ്രിസ്ക്രൈബ് ചെയ്ത് കാശ് മേടിച്ചെല്ലാം വരുന്നു എന്നുള്ളതല്ല. ഞാൻ വിശ്വസിക്കുന്നത്, ഞാൻ കണ്ടിരിക്കുന്നത്, ഇറ്റ് ഈസ് സംതിങ് ബിഹൈൻഡ് ആൻഡ് ബിയോണ്ട്. ഒരു കുടുംബത്തില് ഒരു ഡോക്ടർ എന്ന് പറയാം, ആ ലെവലിലാവണം. അത് നമ്മൾ നേടിയെടുക്കേണ്ടത് നമ്മളുടെ വിശ്വാസവും നമ്മുടെ എത്തിക്സും നമ്മളിലുള്ള കഴിവും. ഇതിനൊക്കെ കഴിവും വേണം, രോഗം കുറയ്ക്കാനുള്ള കഴിവൂടെ വേണം, എങ്കിലേ സമൂഹം അക്സെപ്റ്റ് ചെയ്തു അതൊക്കെ ഉണ്ടാക്കിടാൻ പറ്റും. ഞാൻ ഒരു ഡോക്ടർമാരെ ഒരു എൻലൈറ്റിന് പറഞ്ഞായത് കേട്ടോ. ആർക്കെങ്കിലും ഇത് എന്തെങ്കിലും പ്രശ്നമുണ്ടെ പ്ലീസ് എക്സ്ക്യൂസ് മീ. ഡോക്ടറുടെ ഞാൻ ഈ ഓർഗോണ ഒരു ക്ലാസ് എടുക്കാൻ പറയാം. ഒരു ഡോക്ടർ ആരായിരിക്കണമെന്ന് ഡോക്ടർ ഹനുമാൻ പറഞ്ഞിട്ടുണ്ട്, അത് വേറെ വശത്ത് പറയാം. പോട്ടെ. അപ്പം ഭർത്താവിൻ്റെ സെക്ഷൽ ഹിസ്റ്ററി പറയണം. പിന്നെ എനി പർട്ടിക്കുലാരിറ്റി ഓഫ് ദി reproductive system of the two partners. രണ്ടുപേരുടെയും ഗർഭധാരണ വ്യവസ്ഥയില്, ഗർഭോത്പാദന വ്യവസ്ഥയില് ഉള്ള മറ്റ് പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടെന്ന് വരികിൽ അതും കൂടെ എടുക്കണം. ഇത്ര നമ്മൾ നോർമലായി പറഞ്ഞത്. ഞാൻ പിന്നെ മുമ്പേ ഒരു കാര്യം പറഞ്ഞു, ഗർഭം ധരിക്കുക എന്നുള്ളത്, അടുത്ത തലമുറയെ ഉണ്ടാക്കുക എന്നുള്ളത് സ്ത്രീത്വത്തിന്റെ ലക്ഷണമാണ്. അപ്പം ആ സ്ത്രീത്വത്തിന്റെ ആസ്പെക്റ്റിൽ ആ പേഷ്യന്റിനെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യണം, ഇല്ല നമ്മൾ കേസെടുക്കും. അപ്പം അവരുടെ നമ്മൾ സിംപിളി പറയുന്ന ഒരു കേസെടുപ്പ് നമുക്കൊക്കെ അറിയാം. വിൽ ഇന്റലക്ട് ആൻഡ് ഇമോഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ജനറലായിട്ട്. അല്ലാതെ വളരെ കൃത്യമായിട്ട് അവർ നമ്മുടെ വേണ്ടപ്പെട്ട പേഷ്യൻ്റ് ആണെന്നുള്ളതും അവരെ സഹായിക്കാൻ മനസ്സുള്ളതും കഴിവുള്ളതും വിശ്വസനായ ഡോക്ടറാണ് നമ്മളെന്നുള്ളത് അതൊക്കെ ഒറ്റ ഒരു ഇന്റർവ്യൂവിൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അയാൾ അവര് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പറയും. അപ്പോൾ ആ സ്ത്രീത്വത്തിലുള്ള ഗർഭധാരണം ഈസ് എ ഗിഫ്റ്റ് ഓഫ് ലേഡി. അപ്പൊ സ്ത്രീക്കുള്ള ആ കപ്പാസിറ്റിയെ, ആ ഗുണത്തെ, ആ സ്ത്രീത്വത്തെ ആ രീതിയിൽ അനലൈസ് ചെയ്തുള്ള കേസ് ടേക്കിങ്
വേണ്ടി വരും. അപ്പൊ നമുക്ക് പല പല കാര്യങ്ങളും കിട്ടും അതിനകത്ത്. നമുക്ക് ഇപ്പം നമുക്കൊരു ഉദാഹരണമായിട്ട് വേണേൽ പറയാം. ഒരു എല്ലാവർക്കും അറിയാം പൾസർ അതിനെ എടുത്തു. പൾസർ ലേഡി കാനോട്ട് എക്സ്പ്രസ് സിംറ്റംസ് വിത്തൗട്ട് ക്രൈം, ഇല്ലേ? അങ്ങനെ സിംറ്റം പറയുന്നുണ്ട്. അതെന്താ അങ്ങനെ പറഞ്ഞു? ഒന്ന് ആലോചിച്ച് നമുക്ക് ചിന്തിക്കാം. പിന്നെ കരയാ ഒന്നും പറയാൻ പറ്റില്ല എന്ന് പറയുന്ന ആ അവസ്ഥയും രോഗവുമായിട്ട് എന്ത് ബന്ധം, ഇല്ലേ? തലവേദന, പേറ്റ് വേദന, കാലവേദന, പരു അല്ലെങ്കിൽ ഛർദി, വയറിളക്കം എല്ലാം ഉണ്ട്. കരയാതെ പറയാൻ വേണമെന്ന് പറയുന്ന അത് ഹനുമാന്റെ ആ ഫൈൻഡിങ് അല്ലേ, വലിയ ഭയങ്കരമാണ്. വലിയ ഒരു ചിന്തയ്ക്ക് അപ്പുറമാണ്. അതാണ് നമ്മുടെ ഹോമിയോപ്പതി മെന്റൽ സിംറ്റംസ് ഒക്കെ പറഞ്ഞു വരുന്ന കാര്യം. അവിടെ പറയുമ്പോഴും ഒത്തിരിയും കാര്യം പറയേണ്ടി വരും. മെന്റൽ സിംറ്റം എന്ന് പറഞ്ഞാൽ ജനറൽ മെന്റൽ സിംറ്റം ഒന്നും ഒരു വിലയില്ല. ജനറൽ ഇപ്പോ അച്ഛൻ തല്ലിയ മോൻ കരയും, ഇല്ലേ? ഞാൻ ഉദാഹരണത്തിൽ പറഞ്ഞതാ. അതിനെന്ത് തോന്നുന്നു? അച്ഛൻ തല്ലിയ മോൻ കരയും. ഐ തിങ്ക് ഇറ്റ്സ് എ കോമൺ സിംറ്റം. പക്ഷെ എന്നാ കൊച്ചു കരയും, കോമൺ സിംറ്റം. ഭക്ഷണം കഴിച്ചാൽ വിശപ്പ് കുറയും, കോമൺ സിംറ്റം. ഭക്ഷണം കഴിച്ചിട്ട് വിശപ്പ് കുറയുന്നില്ലെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫറൻറ്റ്. അവിടെ ആ കേസെടുപ്പിൽ ഈ ഇത്തരം പ്രത്യേകിച്ച് കോമൺസിന് വലിയ വാല്യൂ ഇല്ലാതെ നമ്മൾ പറയുന്ന റെയർ പെക്കൂലിയർ ക്യാരക്ടറിസ്റ്റിക് എന്നോ ലീഡിങ് എന്നോ ഈവൻ വൺ സിംറ്റം ക്യാൻ ബി എ ടോട്ടാലിറ്റി എന്ന് പറയുന്ന പോലോ ഒക്കെയുള്ള രീതിയുണ്ട് ആ കേസ് എടുപ്പിൽ. അവിടെ ഇപ്പോഴും ഞാൻ കന്റീനിയൻ ഡോക്ടർ ബിഡ്വലിനെ ഓർക്കുക. ബിഡ്വലിനകത്ത് എക്സ്പീരിയൻസിൽ ഒരു പേഷ്യന്റ് ഒരു ഡോക്ടർ വന്ന് ഒരു 4-5 വയസ്സ് സിംറ്റം എഴുതി കൊടുത്തു. അദ്ദേഹം നോക്കിയിട്ട് പറഞ്ഞു, ഹിയർ ദർ ഈസ് എ പരേഡ് ഓഫ് സിംറ്റംസ് ബട്ട് ദർ ഈസ് നോ കേസ്. 150 സിംറ്റം എഴുതിയിട്ടുണ്ട്. ഈ സിംറ്റംസ് മുഴുവൻ പോയിട്ടും അവിടെ only a collection of symptoms but no case. കെന്റ് പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം, when the case is properly taken, after the disease is cured. ഇത് രണ്ടും ചെറിയ കാര്യമല്ല. അവിടാണ് ദി സ്കിൽ ഓഫ് ഹോമിയോപ്പതി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, or we can tell as a beauty of homeopathy, beauty of the homeopathic art. അത് ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല. ഒരു ഗ്രാജുവേഷനോ അല്ലെ PG ഉള്ള ഒരു ഡോക്ടർ അങ്ങോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ അവരുടെ സാധിക്കുകയില്ല. ദാറ്റ് ഹി ക്യാൻ അച്ചീവ് ഫ്രം എക്സ്പീരിയൻസ്, ഫ്രം അഡ്വൈസ് ഓഫ് ഹിസ് ടീച്ചേഴ്സ്, കൊളീഗ്സ്, എക്സ്പീരിയൻസ്, ഡിസ്കഷൻസ്. അതുകൊണ്ട് എൻ്റെ ഗുരുഭവന്മാരെ എങ്ങനെ ഞാൻ ഓർത്താ ഗുരുബോധന്റെ ചില അഡ്വൈസ് പ്രകാരം മരുന്ന് കൊടുത്ത് എനിക്ക് മാജിക്കലാക്കി ഓർമ്മ കഴിഞ്ഞു. ഞാൻ ഈ കേസ് തന്നെ പറയുന്നിടത്തോടെ ഞാൻ സൂചിപ്പിക്കാം. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ജനറലി കേസ് ടേക്കിംഗ് വേണം. അപ്പൊ ഇതിനകത്ത് ഞാൻ പറഞ്ഞു, റെയർ പെക്യുലർ സിംറ്റംസ് വേണം, ഇൻഡിവിജ്വൽ സിംറ്റംസ് വേണം, മെഡിക്കൽ സിംറ്റംസ് വേണം, ഫാമിലി സിംറ്റംസ് വേണം, ഭാര്യ ആസ് എ ലേഡി ഹെർ സിംറ്റംസ് വേണം, ഭർത്താവ് ആസ് എ ഹസ്ബൻഡ് അയാളുടെ സിംറ്റങ്ങൾ വേണം. പിന്നെ കൂടാതെ റെയർ പെക്കൂലിയർ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് ഉണ്ടാകാം, അഥവാ ഉണ്ടെങ്കിൽ നമുക്കത് ട്രേസ് ചെയ്യാൻ കഴിയണം. ഇത്തരം കാര്യങ്ങളോട് ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു 10-70% വിശ്വാസത്തോടെ കൊടുക്കാൻ പറ്റും. ഞാനിതിനെ പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ കൂടി. നമ്മുടെ സമയം എവിടെ നിൽക്കുന്നു പറയാമോ? ചില കാര്യങ്ങൾ കൂടി. 10:16 എത്ര വരെ പോവാം? 10:20-25. അത് പറയാം. അപ്പൊ ഇത്തരം കാര്യങ്ങൾ വെച്ചാൽ നമുക്ക് ടോട്ടാലിറ്റി എടുക്കാം. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ പുരുഷന്മാരുടെ കേസിനേക്കാൾ കുറച്ചുകൂടെ വിഷമമാണ് ഇതെടുക്കാനായിട്ട്. ഞാൻ എങ്കിലും ഒരു പ്രിസ്ക്രിപ്ഷന്റെ ഭാഗത്തോട്ട് എത്താൻ പറ്റുന്ന രീതി ചില കാര്യങ്ങൾ പറയാം. ഈ രീതിയിലുള്ള സിംറ്റങ്ങൾ എടുത്താലും സ്ത്രീയെ സംബന്ധിച്ചാകുമ്പോഴും മിക്കവാറും അത് സ്ത്രീയുടെ, അതായത് ജനറ്റേലിയ അല്ലെങ്കിൽ
ഇമ്പോർട്ടൻസി അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റി ലേഡി ആ രീതിയിൽ എടുക്കണം. അപ്പം നമ്മുടെ ഞാനിപ്പോൾ ഒന്നും റെപ്പർട്ടി ഒന്ന് കമ്പയർ ചെയ്തെന്ന് പറയാം. ഇപ്പം നമ്മൾ മർഫി റെപ്പർട്ടി എടുത്താൽ മർഫി റെപ്പർട്ടിക്കകത്ത് ഇൻഫെർട്ടിലിറ്റി എന്ന സിംറ്റം എന്നൊരു ഹെഡേ ഉള്ളൂ, റൂബ്രിക്കേ ഉള്ളൂ. ഇൻഫെർട്ടിലിറ്റി മറ്റേ സ്റ്റെറിലിറ്റി ഇല്ല. ഇൻഫെർട്ടിലിറ്റിക്കകത്ത് മർഫിക്കകത്ത് ഡിസ്കസ് ഇൻ ദി പേജ് ഓഫ് 660 ഫീമെയിൽ ആണ് ആ സിംറ്റം പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ പൊതുവെ പറഞ്ഞാൽ ജനറലി സ്ത്രീകളിൽ വരാവുന്ന എല്ലാ സിംറ്റങ്ങളെയും കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട് ജനറ്റേരിയ ബന്ധപ്പെട്ട്. പിന്നെ വരാത്ത എന്തായിരിക്കും? ജനറാലിറ്റി മാത്രം റെയറായുള്ളത്. അപ്പോൾ ആ കറക്റ്റ് സിംറ്റങ്ങൾ എടുത്തിട്ട് റെഫർ ചെയ്താൽ നമുക്ക് മെഡിസിൻ കിട്ടും. പിന്നെ ഇമ്പോർട്ടൻസി ഇൻഫെർട്ടിലിറ്റി എന്ന മാത്രം സിംറ്റത്തിൽ മർഫിക്കകത്ത് 3 മാർക്കിൽ 6 മെഡിസിനെ കൊടുത്തിട്ടുള്ളൂ. അതൊന്ന് കൺഫർ ചെയ്യാം. അതേസമയം സിന്തസിസിനകത്ത് പേജ് 924 ആണ് കൊടുത്തിരിക്കുന്നത്. അവിടെ കൊടുത്തിരിക്കുന്നത് സ്റ്റെറിലിറ്റിയാ കൊടുത്തിരിക്കുന്നത്. അവിടെയും സിന്തസിസിൽ മെഡിസിൻ കൂടുതലുണ്ട്, പക്ഷേ 3 മാർക്ക് മെഡിസിൻസ് 7 എണ്ണമേ ഉള്ളൂ. എങ്കിലും ഞാൻ കൂടുതലായി ഉപയോഗിക്കുന്നത് കെൻറപ്പട്രിയാണ്. കെൻറപ്പട്രി ഫീമെയിലിനകത്ത് 744 പേജിലാണ് പറഞ്ഞിരിക്കുന്നത്. 744 പേജ് മുതൽ 30 പേജേ ഉള്ളൂ കെൻറപ്പട്രി ഫീമെയിൽ ജെനിറ്റേലിയ സിംറ്റം. അതിനകത്തും ഈ 3 റെപ്പർട്ടറിയും പറയുന്ന മെഡിസിൻസ് 5 എണ്ണം കോമണാണ്, 3 മാർക്ക് മെഡിസിൻസ്. ഓറ ഉണ്ട്, നെട്രമൂർ ഉണ്ട്, സെപ്പിയ ഉണ്ട്, സെലീഷ ഉണ്ട്, 2 മാർക്കിൽ ഫോസ്ഫറസ് ഉണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഫീമെയിൽ മെഡിസിനായി പ്രത്യേക കാറ്റഗറി ഇല്ലെങ്കിലും ചില മെഡിസിൻസിൻ്റെ ഫീമെയിൽ പ്രിഡോമിനൻസ് എന്നിവിടെ പറയുന്നു ഉള്ള മെഡിസിനുണ്ട്. ഒരു സ്ത്രീയെ സംബന്ധിച്ചുള്ള ചികിത്സയാകുമ്പോൾ കറക്റ്റായി കേസെടുത്ത് നമ്മൾ ആ ടോട്ടാലിറ്റി എത്തിയാൽ ഒരു സ്ത്രീ പ്രിഡോമിനൻസ് മെഡിസിനെ വരത്തുള്ളൂ. അല്ല വന്നാൽ ആ നമ്മളെ ടോട്ടാലിറ്റി തെറ്റാണ് എന്ന് പറയേണ്ടി വരും. എൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞാൽ പൾസറ്റില എനിക്ക് ഒത്തിരി മെഡിസിൻ കിട്ടിയിട്ടുണ്ട്. പക്ഷേ പൾസറ്റില 3 മാർക്കിൽ മർഫിയോ കെൻഡോ സിന്തസോ പറഞ്ഞിട്ടില്ല, 3 മാർക്കിൽ പറഞ്ഞിട്ടില്ല. സെലീഷ്യ എനിക്ക് സ്വന്തം മെഡിസിനാണ്. സെലീഷ്യ കൊടുത്ത കേസിലാണെന്ന് ഞാൻ നോക്കിയായിരുന്നു. അവിടെയൊക്കെ ട്യൂബൽ പേറ്റൻസി ടെസ്റ്റ് നെഗറ്റീവായിരുന്നു. എന്തോ ഇൻഫ്ലമേറ്ററി പ്രോസസ്സ് മൂലം പേറ്റൻസി നമുക്കിപ്പം സ്ട്രോങ്ങായി ചോദിക്കാൻ പറ്റുന്നത് നിങ്ങൾക്ക് മംസം വന്നിട്ടുണ്ടോ? ഇല്ല, തീർന്നു അല്ലേ? പിന്നെ നോക്കിയാൽ ഗൊണേറിയ വന്നിട്ടുണ്ടോ? ഇല്ല. ഉണ്ടോ? അത് ചിലപ്പോൾ പറയാതിരിക്കും, നിർത്തിയിരിക്കട്ടെ. വേറെ ഏത് ഇൻഫെക്ഷൻ വരാം, സ്ട്രെപ്റ്റോകോക്കസോ സ്റ്റെഫിലോകോക്കസോ ഏതൊരു ബാക്ടീരിയ ഒരു സിംപിളി പറഞ്ഞ സാൽഫിഞ്ചൈറ്റിസ് അതൊന്നും വരാൻ പറയാൻ പറ്റത്തില്ല അല്ലേ? ഫലോപ്പിൻ്റെ ഉപരി തീർക്കട്ടെ. അല്ലെങ്കിൽ യൂഫറൈറ്റിസ് എന്നാൽ ഫിംബ്രിയ എൻഡിക്കൂടെ, അല്ലെങ്കിൽ ഒരു ജനറൽ അബ്ഡോമിനൽ ഇൻഫെക്ഷൻ ഉണ്ടായി, ഫിംബ്രിയ എൻഡിക്കൂടെ ബാക്ടീരിയ എൻ്റെ യൂട്രൈൻ ക്യാവിറ്റി ആൻഡ് കോസ് ഇൻഫ്ലമേറ്ററി പ്രോസസ് ആൻഡ് ഫൈനലി അഡിക്ഷൻ. ഞാൻ ഇംഗ്ലീഷിന് കുഴപ്പമില്ലല്ലോ അല്ലേ? ഇംഗ്ലീഷിൽ പറഞ്ഞുകൊണ്ടില്ലല്ലോ? ഉണ്ടോ? ഇല്ല. വരാം. ഇപ്പം ഇത്രയും നമ്മളെ പറയാനൊക്കെ നമ്മളെ സംബന്ധിച്ച് അറിയാനൊക്കത്തുള്ളൂ. എന്തായാലും ഒരു മെറ്റീരിയൽ ഒബ്സ്ട്രക്ഷൻ വന്നു, അതിനൊരു ഫോറിൻ ബോഡിയായിട്ട് കണക്ക് വിചാരിച്ചു. സിലീഷയ്ക്ക് അങ്ങനെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ഇങ്ങനെ ഒബ്സ്ട്രക്റ്റീവായിരിക്കുന്ന ആ സംഗതികളെ ഡിസോൾവ് ചെയ്യിച്ച് കളയാൻ പറ്റുന്ന ഒരു 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 പ്രോപ്പർട്ടി ഉണ്ട്, റിലീഫ് ഉണ്ട്. പിന്നെ എനിക്ക് അതിൻ്റെ ഗുരുഭൂവിൻ്റെ ഒരു അഡ്വൈസാണ്. നിങ്ങൾ അറിയുമെന്ന് അറിയത്തില്ല, പ്രകാശ് സാറിനെ കേട്ടിട്ടുണ്ടോ? ഡോക്ടർ KS പ്രകാശ്. എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പുള്ളി ഓരോ കാര്യം, എനിക്കൊരു ലേഡി വന്നു, വെരി ഫെയർ, ടോൾ,
ഇമ്മാസിയേറ്റഡ് എന്നെല്ലാം പറഞ്ഞു ഉള്ള ഹോസ്പിറ്റൽ. അതിനിടയ്ക്ക് പ്രകാശ് സാർ പറഞ്ഞ സിംറ്റം ഉണ്ടായിരുന്നു. പ്രകാശ് സാറിന് കേട്ട് പ്രകാശ് സാറ് പല കാര്യങ്ങളും ഒരു കൂടെ പറയുന്ന ആളാണ്. ഇവിടെ നമ്മളൊന്ന് മറക്കുകയെന്നുള്ളതാണ്. അപ്പൊ ആദ്യം ഞാൻ മരുന്നെല്ലാം കൂടി വേറെ കാര്യങ്ങളൊക്കെ പ്രധാനമായ സിംറ്റം എല്ലാം പറഞ്ഞു, മരുന്നെല്ലാം അതെല്ലാം കൊടുത്തു. ഗുണമൊന്നും കണ്ടില്ല. 1.5 കൊല്ലമായി. നല്ല എഡ്യൂക്കേറ്റഡാണ്. അവർ പിന്നെ ഞാൻ ഇങ്ങനെ എന്നാ കൊടുക്കണ്ടേ കുറച്ചെല്ലാം കൊടുത്തു. അവരൊന്ന് അവരുടെ വേറെ ചില ലക്ഷണമൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഉപ്പ് കൂടുതൽ കൂട്ടും അതായതൊക്കെ പറഞ്ഞു. നേത്രമൂർ കൊടുത്തു. പറഞ്ഞപ്പം സാറേ എനിക്ക് കല്യാണമൊക്കെ കഴിക്കുന്ന കാലത്ത് എൻ്റെ ബസ്സും എല്ലാം കുറച്ച് കുറവായിരുന്നു എന്നങ്ങനെ പറയാനിടയായി. പ്രകാശ് സാർ പറഞ്ഞ അടുത്ത് എന്തെങ്കിലും കൊടുത്തു. എടാ, ഇങ്ങനെ വരുന്ന കേസിൽ ലേഡീസ് ആണേ മറ്റൊന്നും നോക്കണ്ടാ, കൊടുക്കടാ ഫോസ്ഫറസ്. പ്രകാശ് ഇടാന്ന് വെച്ചേ പറയുള്ളൂ. അതാ പ്രകാശ് കാര്യം വേറെ ഞാൻ പറയാം. അപ്പം ഞാൻ ഫോസ്ഫറസ് വണ്ണം കൊടുത്തു. ഷീസ് an advocate and having doctorate in law. ട്രിവാൻഡ്രത്തുകാരിയാണ്. അപ്പോൾ ആദ്യം എനിക്കൊന്ന് വർഷം ഒരുപാട് ചെല്ലും മുമ്പാ ഞാൻ 5-6 ഡോസ് 6 ഡോസ് അന്ന് ചുവണ്ട് കൊടുത്തു, ഇന്നത്തെ എൻ്റെ അറിവ് വെച്ച്. പിന്നീട് ഞാൻ കാഴ്ച കൂടുതൽ വേണ്ട, പിന്നെ വന്നപ്പോഴത്തേക്ക് വണ്ണം 1 ഡോസ് കൊടുത്തു. മന്ത്ലിയാണ് കൊടുക്കുന്നത്. 6 മാസം 7-ാം മാസം ഈ വിൽക്കാൻ പ്രൊഫിറ്റ് കൊടുത്തത്. ഹോട്ടൽ പറഞ്ഞ ഒരു 200 ഫോസ്ഫറസ് ഒരു 6 ഡോസും വണ്ണം വെച്ചൊരു 6 മാസം 1.5 ഡോസും മാസം. സുന്ദരമായ കുട്ടിയുണ്ടായി, സന്തോഷമായി. അപ്പോൾ അവിടെ ക്വസ്റ്റ്യൻ ചോദിക്കാം, നിങ്ങൾക്ക് ഏത് ഫിമെയിൽ റെമഡി ആണോ എന്ന് എന്നോട് ചോദിക്കാം. ഫോസ്ഫറസ് ആയിരം ഫിമെയിൽ അല്ല. അപ്പോൾ അതാണ് അവിടെ ആ സിംറ്റം വെരി പ്രോമിനന്റ്. ഫോസ്ഫറസിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ വെരി പ്രോമിനന്റ് ആയതുകൊണ്ട്. അല്ലാത്ത പല കേസിലും ഫീമെയിൽ റെമഡീസ് വരും. ഇപ്പം ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയതുണ്ട്. പ്രഗ്നൻസി ഉണ്ടായി അതിനെ ഫുൾ ടൈം പൂർണ്ണമായി കൊണ്ടുപോയി പ്രസവിക്കുന്ന വരെയുള്ള സംഭവമാണ് നമ്മൾ പിന്നെ ഇൻഫെർട്ടിലിറ്റി പറയുന്നത്. ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുമ്പോൾ ആദ്യം വന്നു 5-ാം മാസം പോവുകയാണെങ്കിൽ അല്ല. അപ്പം ഉണ്ടാകണം, അതിനെ ക്യാരി ചെയ്യണേ 1-ാം മാസമോ 2-ാം മാസമോ 3-ാം മാസമോ 4-ാം മാസമോ ഒക്കെ പോവുകയാണെങ്കിൽ അതിനൊക്കെ മെഡിസിൻ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഇൻകപ്പാസിറ്റി ഓഫ് ഗെറ്റിംഗ് പ്രഗ്നൻസി അല്ല, കപ്പാസിറ്റി ഓഫ് പ്രഗ്നൻസി ഉണ്ട്, പക്ഷെ അത് വിടാൻ പറ്റുന്നില്ല. അതാണ്. അപ്പൊ അത് സ്റ്റെറിലിറ്റി അല്ല, ഇൻഫെർട്ടിലിറ്റിയാ, ഫർട്ടൈൽ ആകുന്നില്ല. അപ്പൊ അതിനൊക്കെ മെഡിസിൻസുണ്ട്. അതൊക്കെ വേറെ കഥകളൊക്കെ ഞാൻ വലിയ അങ്ങനെ അത്ഭുതം കാണിച്ച സംഗതിയൊക്കെ ഉണ്ട്. അങ്ങനെ അത് കൊടുത്താൽ ശരിയായി. ഈ ഞാൻ മുമ്പേ കരഞ്ഞെന്ന് പറഞ്ഞ കേസ് കിട്ടും. അവർ വലിയ വണ്ണമൊക്കെ ഉള്ളതും അവരുടെ സ്വഭാവം ഹസ്ബൻഡുമായിട്ടുള്ളതും ഒരിക്കലും ഫോസ്ഫറസ് തോന്നിയിട്ടില്ലായിരുന്നു ആ കേസ്. അല്ല, ഐ മീൻ പൾസറിൽ തോന്നിയിട്ടില്ലായിരുന്നു. ഞാൻ 2ാമത് കേസ് എടുത്തപ്പം ഇവരെൻ്റെ അടുത്ത് നിന്ന് ഒരു 10 മിനിറ്റ് കരഞ്ഞിട്ടുണ്ട്. അങ്ങ് പോലെ പൊട്ടിക്കരയാവുന്ന ഒരവസ്ഥ പറഞ്ഞു. ഞാൻ എന്തായാലും ആട്ടെ, ഞാൻ കേസ് വിടുകയാണല്ലോ, അപ്പോഴും എൻ്റെ മനസ്സിൽ വിടുക എന്നുള്ളതാണ്. ഇവര് ഒരു കൊല്ലം നോക്കിയേക്കാം. അപ്പം 37-38 ആയി. അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞു, മാക്സിമം ഞാൻ എൻ്റെ ഒരു കൊല്ലം കൂടെ നോക്കാം. അത് 10-ാം മാസം പറഞ്ഞിട്ടുണ്ടായി. പിന്നെ ആരും ആയില്ല. പിന്നെ അവർക്ക് ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു. അത് പിന്നെ മരുന്ന് കിട്ടും, ആയില്ല. ആ കുട്ടി ഇന്നും എൻ്റെ പിറന്നാൾ എനിക്ക് എന്തിനും കൊണ്ട് തരും. അപ്പം ഇതൊക്കെ സാധ്യമാകുന്നുള്ളത് തന്നെയാണ്. അപ്പം സാധ്യത നമ്മുടെ ശ്രമം വലുതായിരിക്കണം. കേസുകളെ ഇങ്ങനെ എടുക്കണം. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ പുരുഷ പ്രഗ്നൻസിയെ പോലെ പെട്ടെന്ന് ക്ലോസ് ചെയ്യാൻ പറ്റുന്നല്ല, ഒത്തിരി ഫാക്ടറികളുണ്ട്. എങ്കിലും എനിക്കൊരു തരം കാര്യങ്ങള് കവർ ചെയ്യാൻ കഴിഞ്ഞു തോന്നുന്നുണ്ട്. 1 മണിക്കൂറിൽ തീരുന്ന കാര്യമല്ലിത്. നമ്മുടെ നിങ്ങൾ പറഞ്ഞ സമയം ആയെന്ന് തോന്നുന്നു. ഡിസ്കഷനിലേക്ക് പോവാം. എന്തോ ഡിസ്കഷനിലേക്ക് പോവാം. ആർക്കെങ്കിലും എന്തെങ്കിലും തീർച്ചയായിട്ടും ഇനിയും പോയാൽ സമയം 10:30 ആയി. അത് അരോചകമാകും. ആയിക്കോട്ടെ. അപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ സാറിനോടൊന്ന് ചോദിച്ചോ, പറയാം. ഞാൻ അൺമ്യൂട്ട് ചെയ്യാം. ചോദിച്ചോളൂ, പറഞ്ഞോളാം. ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ? സാർ,
സാറ് പറഞ്ഞ ആ ഫോസ്ഫറസിന്റെ ആ കൺഫേമിങ് സിംറ്റം എന്തായിരുന്നു സാർ? അത് കൺഫേം ചെയ്ത ആ ലേഡി എന്തോ പറഞ്ഞു, അപ്പോഴാണ് സാർ അത് ഉറപ്പിച്ചത്. ഞാനൊന്ന് സൂചിപ്പിച്ചു, ഡോക്ടർ മനസ്സിലായില്ല. എനിക്ക് കല്യാണം കഴിച്ച കാലത്തെ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് ആ കേൾക്കുന്നുണ്ട്. കല്യാണം കഴിച്ച കാലത്തെ പ്രശ്നം ഒക്കെ വളരെ കുറവായിരുന്നു. ആ ആ ഞാൻ മനസ്സിലായി. ഞാൻ പറഞ്ഞ അത് ക്ലിയർ ആയില്ല സാർ, അതാണ് ഞാൻ ചോദിച്ചത്. അതാ അത് പ്രകാശ് സാറ് പറഞ്ഞതിന്റെ ഭാഷ പറയുന്നില്ല. പക്ഷേ അത് ഞാൻ പിന്നീട് ആ സിംറ്റം വെച്ച് മെഡിസിൻ കൊടുത്തിട്ടുണ്ട്. ആ ഫോസ്ഫറസുമായിട്ട് യാതൊരു ബന്ധവും അതൊക്കെ. അപ്പം തിങ്ങീസ് ഈ കറക്റ്റായൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ ചെന്നാൽ അത് എപ്പോഴും നോക്കണമെന്നില്ല. ആളിന് ഒത്തിരി അസുഖങ്ങൾ മാറും. കറക്റ്റായ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കണം. ഇത് 100% അതായിരുന്നു. നമുക്ക് 100% അങ്ങനെ കിട്ടാൻ എളുപ്പമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതൊക്കെ നമ്മൾ അങ്ങനെ കിട്ടിയതാ. അങ്ങനെ കിട്ടിയ കേസ് ഞാൻ കുറച്ചിട്ടുണ്ട്. ശ്വാസം മുട്ട് പോലത്തെ കേസുകൾ, മറ്റു ചില അസുഖങ്ങളൊക്കെ, ഈ സിംറ്റം ഒക്കെ പൊതുവെ എല്ലാം കണ്ടു. ഇതുകൂടെ പ്രത്യേകം കണ്ടപ്പോഴത്തേക്ക് കൊടുത്തു നോക്കി, ആ ഡിസീസ് നല്ല മാതിരി കുറഞ്ഞിട്ടുണ്ട്. സാർ ഹരിഹരൻ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്തോളൂ, ഞാൻ ഓപ്ഷൻ ഇട്ടിരുന്നു. ഓക്കെ. ഹലോ ഹലോ, നമസ്കാരം പട്ടാഭി. നമസ്കാരമാണ് മോനെ. പഴയ പഴയ സ്വഭാവം മാറിയിട്ടില്ല. എന്നാൽ അതെ, ജാത്യാഗുണം തൂത്താ പറയാം. ഞാൻ ചോദിക്കുന്നത്, ഈ റിട്രോവർട്ടഡ് യൂട്രസ് ഇൻഫെർട്ടിലിറ്റിക്ക് ഒരു കാരണമാണോ? അങ്ങനെയാണെങ്കിൽ റിട്രോവെർട്ടർ എന്ന് പറഞ്ഞാൽ വേണത് അതൊന്നും വലിയ കാര്യമല്ല. അതൊക്കെ നമ്മൾ ചില ഒത്തിരി സ്കാൻ റിപ്പോർട്ടിൽ നമ്മൾ റിട്രോവെർട്ടർ യൂട്രസ് ഒക്കെ കാണാറുണ്ട്. പ്രഗ്നൻസി വരുന്ന നമുക്ക് യൂട്രൈൻ നമ്മളൊക്കെ പറഞ്ഞാലും വളരെ ചെറിയൊരു ക്യാവിറ്റി അല്ലേ. അതിനകത്തൊരു സാധനം വളർന്നു വരുമ്പോൾ ഇപ്പൊ 3 മാസം കൊണ്ട് ഒരു സൈസ് ഓഫ് ഫീറ്റസ് എന്ന് പറയുന്ന ഒരു നാരങ്ങ വലിപ്പം വരുന്നുള്ളൂ. അത് വളർന്നു വരും. ഓട്ടോമാറ്റിക്കായിട്ട് ആ റിട്രോവെർട്ടറൊക്കെ മാറി നേരെ വരും. എനിക്ക് എന്ന എക്സ്പീരിയൻസ് ഉള്ളത്, ഇപ്പൊ സാമാന്യം വലിയ പോളിസിസ്റ്റിക്കോ ഒരു അകത്തും യൂട്രൈൻ ട്യൂമർ ഉണ്ടായിരുന്നത് ഇതങ്ങ് തള്ളി പുറത്തോട്ട് മാറി സുന്ദരമായിട്ട് ഗർഭിണിയായി കൊച്ചു പ്രസവിക്കുക ചെയ്ത്, ഒന്നും ഉണ്ടായില്ല. അപ്പൊ അതൊന്നും വലിയ കോസ് അല്ല. രണ്ടാമത് അതിന് പ്രഗ്നൻസി ഇഫക്ട് ചെയ്യുന്ന ഫലോപ്പിയൻ ട്യൂബിലാ അല്ലേ. ഫലോപ്പിയൻ ട്യൂബിൽ നിന്ന് അത് കൈമാറി 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 ക്യാവിറ്റിക്കകത്തുനിന്ന് ഇംപ്ലാന്റ് ചെയ്യുന്നത്. ഇംപ്ലാന്റ് ചെയ്യുമ്പം റിട്രോവെർട്ടർ ഇംപ്ലാന്റ് ചെയ്യുമ്പം വേണമെന്ന് വരി യൂട്രസിന്റെ ഫണ്ടസ് ഭാഗത്ത് വേണേ പോകാതെ വല്ലതും സൈഡിലോട്ട് മാറി വരാൻ വേണമെങ്കിൽ, അതായത് നമ്മൾ ഈ പറയുന്ന പിന്നെ ഈ സർവീസിനോട് ചേർന്ന ഭാഗങ്ങളിൽ വരാം. അങ്ങനെ വല്ലതും വേണേ വരാമെന്നുള്ളേ ഉള്ളൂ. അതിന് എന്തെങ്കിലും എക്സർസൈസോ മാനേജ്മെന്റ് എല്ലാം പറയാമോ? അതിനൊരു എക്സർസൈസ് ഞാൻ അഡ്വൈസ് ചെയ്തിട്ടില്ല. പിന്നെ വേണമെന്ന് വരിയിൽ ഈ കെഗേഴ്സ് എക്സർസൈസ് ഒക്കെ പറയാവുന്ന വേണമെങ്കിൽ. കെഗേഴ്സ് എക്സർസൈസ് എന്ന് പറയുന്നത് ഈ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന് കൂടുതൽ ഗുണം കിട്ടുന്ന എക്സസൈസ് ആണ്. വജൈനൽ വാള് മുതൽ യൂട്രസ് വരെ. കെഗേഴ്സ് എക്സസൈസ് ചെയ്യുമ്പോഴത്തേക്ക് യൂട്രസ് ഭാഗത്തുള്ള എല്ലാ ലോവർ അബ്ഡോമൽ ഭാഗത്തുള്ള മസിൽസിനും ഈവൻ അബ്ഡോമനും ബ്ലഡ് സപ്ലൈ വർദ്ധിക്കും. ബ്ലഡ് സപ്ലൈ വർദ്ധിപ്പിക്കുമ്പോൾ അത് വളരാൻ ഹെൽത്തി ആകാൻ സഹായിക്കുമല്ലോ. പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിന്റെ ഈ യൂട്രൈൻ അല്ല ഈ ആണുങ്ങളില് മൂത്രം പിടിക്കുക പെട്ടെന്ന് പോകുന്നതിന് ഈ കെഗേഴ്സ് പറയാറുണ്ട്, ടു സ്ട്രെങ്തൻ ദ മസിൽസ് അറൗണ്ട് ദി പ്രോസ്റ്റേറ്റ്. പ്രയോജനം കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ചില പ്രയോജനവും ഉണ്ടാകാം. എങ്കിലും അതിനൊരു കമ്പിറ്റന്റായ മറുപടി പറയാൻ ഇപ്പൊ എനിക്ക് പറ്റുന്നില്ല. കാരണം ഞാൻ അധ്യാപകനെ കള്ള പറയാൻ പാടില്ലല്ലോ. ഡോക്ടറെ, നമ്മുടെ സാറിനൊരു നന്ദി പറയാവോ? ഞാൻ പറയണോ? പറയോ. ഡോക്ടർ പട്ടാഭി സീതാരാമൻ ഇനിയും നമ്മുടെ ഈ പ്ലാറ്റ്ഫോമില് വന്ന് ഇതുപോലുള്ള ക്ലാസ്സുകൾ എടുക്കണമെന്ന് ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നു. ചുമ്മാതെ എന്നെ ബൂസ്റ്റ് ചെയ്യാൻ പറയല്ലേ. ഞാനങ്ങനെ ബൂസ്റ്റ് ചെയ്യല്ല, എനിക്കറിയാമല്ലോ. ഞാന് ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. നമ്മളെല്ലാരും ഈ സോക്കയുടെ മെറ്റീരിയൽ മെഡിക്കായി ആളെ പറച്ചിലും മുഴുവനും
എനിക്കൊരു ഓർഗനെ കുറിച്ച് പറഞ്ഞതിൽ ആഗ്രഹമുണ്ട്. ഓർഗനെ കുറിച്ച് എടുക്ക്. പഴയ പറയാൻ വാചകം കാര്യം അറിയാവോ? പഴയ പറയാൻ വാചകം കാര്യം ഞാൻ പറയാം. ഞാൻ പറഞ്ഞ മുമ്പേ ചോദിച്ചു പ്രകാശ് സാറിന് ഒത്തിരി അടുപ്പമായിരുന്നെന്ന്. പുള്ളി ഒരു കേസുമായിട്ട് ഞാൻ തിരുവനന്തപുരത്ത് ഉള്ള കൂടെ ഇന്റേൺഷിപ്പ് ആയിരുന്നപ്പോഴത്തേക്ക് പുള്ളി മെട്രിമെഡിക്കൊക്കെ പറഞ്ഞ എടാ പ്രകാശ് സാറിനെ അറിയാമല്ലോ അല്ലേ? അറിയാവോന്നു നമുക്കറിയാൻ മേല. നാക്കെടുത്ത ചീത്തയും പറയുന്നത് എടാന്നേ വിളിക്കത്തുള്ളൂ. എടാ പുള്ളി ഒരു പുസ്തകം എടുത്തിട്ട് ഓർഗനോൺ നീ വായിക്കടാന്ന് പറഞ്ഞു. ഞാന് 50ാമത്തെ പ്രാവശ്യം ഓർഗനോൺ വായിച്ചു തീർത്ത ഡേറ്റ് എഴുതിയിരിക്കുന്നു പറഞ്ഞു. ഇങ്ങനെ ഇരിക്കുന്നത് 50th ടൈംസ് ഐ ഹാവ് റെഡ് ഓർഗനോൺ എന്ന് പറഞ്ഞു. ഓർഗനോൺ വായിക്കടാ, നമ്മൾ എടാ ഓർഗനോൺ വായിക്കടാ എന്ന് പറയും പുള്ളി. അപ്പൊ അങ്ങനെ ഞാൻ പിന്നെ കുറച്ച് നാള് ഡിഗ്രിക്ക് ഓർഗനോൺ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ISK പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഓർഗനോണിന് പുനർവായന ആവശ്യമാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു ക്ലാസ് ഓർഗനോണിന്റെ എടുക്ക്. ഓർഗനോണിന് പുനർവായന പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട്. പ്രാക്ടീസിനെ ഒത്തിരി ബാധിക്കുന്ന കാര്യങ്ങളുണ്ട്. ഒരുപക്ഷെ ഏറ്റവും വലിയ മെഡിക്കൽ ആൻഡ് ജീനിയസ് ആയ കെന്റ് മാത്രമേ ഹനുമാനെ അത്രയും മനസ്സിലാക്കിയിട്ടുള്ളൂ. ഹനുമാനെ പൂർണ്ണമായും മനസ്സിലാക്കിക്കൊണ്ടാണ് പുള്ളിക്ക് റെപ്പർട്ടറി എഴുതാൻ പറ്റിയത്. കാരണം ഹനുമാന്റെ ആ ലോജിക്ക് പ്രകാരം. എനിക്ക് തോന്നുന്നു പിന്നെ ഒരാൾക്കും അത്രയും ഹനുമാനെ മനസ്സിലായിട്ടില്ല. ശരി, dear all, thanks to you. Come again. Okay, thank you very much. Thank you for giving a audience. Okay. താങ്ക് യു സാർ. അപ്പൊ നമുക്ക് ഇന്നത്തേക്ക് വിട പറയാം. ശുഭനിദ്ര. നമുക്ക് കുറെ കാര്യങ്ങൾ നല്ലതായിരിക്കും. അതെ. ഇത് വെച്ച് നിങ്ങളൊരു കേസൊക്കെ എടുത്തൊന്ന് ചികിത്സിച്ച് നോക്കിയേ. ഞാൻ പറഞ്ഞു നിങ്ങൾ ആദ്യത്തെ എടുക്കുന്ന 3 കേസിൽ 2 സക്സസ് ആവും, ഉറപ്പ്. ഒരു അനുഭവം തരിക അതിന്. പോരെ? താങ്ക് യു. ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടു സാർ. നേരത്തെ ക്ലാസ് ഞാൻ കൂടിയായിരുന്നു. ഓക്കെ സാർ. ശരി, താങ്ക് യു. ഗുഡ് നൈറ്റ്. സ്വീറ്റ് ഡ്രീംസ്. Thank you.